ഇളമ്പള്ളിക്കൽ പ്രാർത്ഥനാധ്വനി യൂണിറ്റ് ക്രമീകരിച്ചിരിക്കുന്ന ഈ വർഷത്തെ കൺവെൻഷൻ്റെ 2ാമത്തെ ദിനം ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ എന്നെ പ്രാപ്തനാക്കിയ എൻ്റെ രക്ഷിതാവും എൻ്റെ വീണ്ടെടുപ്പുകാരനും നമ്മുടെ എല്ലാവരുടെയും ഉടയവനുമായ കർത്താവായ യേശു ക്രിസ്തുവിന് മഹത്വം കൊടുക്കുന്നു. ഇന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വരുവാനും ദൈവവചനം സംസാരിപ്പാനും എന്നെ ക്ഷണിച്ച ബെൻസൺ പാസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു. അനുഗ്രഹീതരായ അനവധി ദൈവദാസന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. സാധാരണയായിട്ട് ജനറൽ കൺവെൻഷനും മറ്റ് കൺവെൻഷനിലും ഒക്കെ ഞാൻ പറയുന്നത് പോലെ എല്ലാവരുടെയും പേര് പറയാൻ പോയാൽ എൻ്റെ സമയം പോവും. അതുകൊണ്ട് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. എങ്കിലും ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന സാങ്കുട്ടി പാസ്റ്റർ, വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഫിലിപ്പ് സാറ്, ബാക്കി അനവധി പേരുണ്ട്. ഞങ്ങളുടെ ഖത്തർ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ഇപ്പോഴത്തെ സജീവാംഗമായിരിക്കുന്ന പ്രിയ സെബാസ്റ്റ്യൻ ബ്രദർ കുടുംബം, തൻ്റെ മകൻ, അവർ ഓടനാവട്ടം ഷാരോൺ ചർച്ചിൻ്റെ മെമ്പേഴ്സാണ്. ഞാനിവിടെ വരുന്നു എന്നറിഞ്ഞപ്പോൾ അവർക്ക് കടന്നു വരുവാനിടയായി. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. താൻ അവധിയോടനുബന്ധിച്ച് കടന്നു വരുവാനിടയായി. ചില നാളുകൾക്ക് മുമ്പ്, ചില വർഷങ്ങൾ അവിടെ ജോലിയോടനുബന്ധിച്ചായിരുന്ന പ്രിയ ആൻ്റണി ബ്രദർ തോട്ടമുക്ക് ഷാരോൺ ചർച്ചിൻ്റെ മെമ്പറാണ്. അദ്ദേഹത്തെ കാണുവാനിടയായി. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബാക്കിയുള്ള എല്ലാ ദൈവദാസന്മാരെയും ഇവിടെയുള്ള പ്രവർത്തകരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ ആയൂരിൽ ഞങ്ങളുടെ ചർച്ചിലെ ഒരു പെൺകുട്ടിയുടെ വിവാഹ ശുശ്രൂഷയോടനുബന്ധിച്ചായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. വിവാഹം ആശീർവദിച്ചത് നമ്മുടെ ജനറൽ സെക്രട്ടറി പാസ്റ്റർ റോയി ചെറിയാൻ അവറുകളാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ദൈവദാസൻ ആയുസിൻ്റെ പകുതി സമയവും ആകാശത്തിലാണല്ലോ. ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞത്? അന്നേരം പറഞ്ഞല്ല, കഴിഞ്ഞ ദിവസമില്ലയോ വന്നിട്ട് പോയെന്ന്. ശരിയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ മലബാറിലുള്ള 6 ജില്ലകളുടെ ഒന്നിച്ചുള്ള കൺവെൻഷനിൽ 2 ദിവസം 4 പ്രസംഗം, പാസ്റ്റേഴ്സ് കോൺഫറൻസ്, അത് കഴിഞ്ഞ് സഹോദരിമാരുടെ മീറ്റിംഗ്, വൈകിട്ടത്തെ മെയിൻ മെസ്സേജ്, ഞായറാഴ്ച ബാബു പാസ്റ്റർ തിരുമേശ നടത്തുന്നതിന് മുമ്പുള്ള വചന ശുശ്രൂഷ. അന്ന് കോഴിക്കോട്ടേക്ക് ഫ്ലൈറ്റ് ഇല്ലാഞ്ഞതുകൊണ്ട് ബാംഗ്ലൂരിലേക്ക് കടന്നുപോയി. അവിടെ നിന്ന് റോഡ് മാർഗം ഏതാണ്ട് 7 മണിക്കൂർ ബന്ദിപ്പൂർ വനത്തിൽ കൂടി സഞ്ചരിച്ചാണ് കൽപ്പറ്റയിൽ നമ്മുടെ ജോബ് പാസ്റ്ററിൻ്റെ ഒക്കെ സ്ഥലത്ത് എത്തിച്ചേർന്ന്. പിന്നെ ഈ മീറ്റിങ്ങിന് വരാമോ എന്ന് ഞാൻ വിചാരിച്ചില്ല. ഏതായാലും ഇളമ്പള്ളിക്കൽ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ പ്രാർത്ഥനയാണ് ജയിച്ചത്. ആമേൻ. അതിനായിട്ട് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഇന്നലെ വളരെ വൈകിയാണ് വീട്ടിൽ വന്നത്. കൊച്ചിയിൽ വന്നു. 12 മണിക്ക് ആണ് വീട്ടിൽ വന്നത്. ശാരീരികമായ അല്പം ക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും കർത്താവ് ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. രാവിലെ ഇൻഡിഗോ ഫ്ലൈറ്റായിരുന്നു കൊച്ചിക്കുള്ളത്. രാവിലെ തയ്യാറായി പോകാൻ നേരത്താണ് UAE രാത്രിയിൽ ആക്രമണം ഉണ്ടായതിൻ്റെ പേരിൽ ഫ്ലൈറ്റ് ഡിലേ ആക്കിയത്. എങ്കിലും 2 മണിക്കൂർ വൈകി കടന്നു വരുവാനിടയായി. കർത്താവ് വരാൻ താമസിച്ചാൽ തിരിച്ചങ്ങ് കുഴപ്പമില്ലാതെ എത്തണം. പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഖത്തർ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ എല്ലാ ആശംസകളും ഈ കൺവെൻഷന് നേരുന്നു. അതോടൊപ്പം തന്നെ ഖത്തർ പ്രാർത്ഥനാധ്വനിയുടെ കൗൺസിൽ മെമ്പേഴ്സിൻ്റെയും അവിടുത്തെ ചാപ്റ്ററിൻ്റെയും പ്രത്യേക വന്ദനവും സ്നേഹവും ഈ സമയത്ത് കൈമാറുന്നു. നല്ല ഗാനങ്ങൾ പാടുന്ന പ്രിയ കൊയറിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം നമ്മൾ ചിന്തിക്കുവാൻ പോവുകയാണ്. ഇന്നലെ രാത്രിയിലും വളരെ ശക്തമായ ദൈവത്തിൻ്റെ വചനം ബഹുമാന്യനായ ആൻ്റണി പാസ്റ്ററിൽ നിന്ന് കേൾക്കുവാനിടയായി. ഇന്ന് രാത്രിയിലും ദൈവം എന്നെ ഏൽപ്പിച്ച വചനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോവുകയാണ്. പ്രാർത്ഥന ധ്വനി. ആ ധ്വനിയുടെ പ്രത്യേകത നമുക്കറിയാം. സ്തോത്രം. മധുരഗായകനായ ദാവീദ് തൻ്റെ തൂലിക എടുത്ത് 65-ാം സങ്കീർത്തനത്തിൽ എഴുതി, ഇപ്രകാരം എഴുതി, നമ്മുടെ ദൈവത്തിന് പ്രത്യേക 3 ഗുണങ്ങൾ അവിടെ ഉണ്ട്. 1, അവൻ സ്തുതിക്ക് യോഗ്യനാണ്. സ്തോത്രം. 2, അവൻ പ്രാർത്ഥന
കേൾക്കുന്ന ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? സകല ജഡവും അങ്ങയുടെ അരികിലേക്ക് വരുന്നു. മൂന്നാമത്തെ പ്രത്യേകത, നമ്മുടെ അകൃത്യങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ദൈവമാണ്. എന്ത് മനോഹരമാണ് ദാവീദ് എഴുതി വച്ചിരിക്കുന്നത്. സകല ജഡത്തിൻ്റെയും പ്രാർത്ഥന കേൾക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഈ ദൈവത്തെ പോലെ വേറെ വലിയ ദൈവമാരുള്ളൂ? സ്തോത്രം. മറ്റുള്ള ദൈവങ്ങൾക്കൊക്കെ ട്രാൻസ്ലേഷൻ ആവശ്യമാണ്. മനുഷ്യ ദൈവങ്ങൾ ഭാഷ അറിയാൻ വയ്യാത്ത രാജ്യങ്ങളിൽ പോയാൽ അവർക്ക് ട്രാൻസ്ലേഷൻ ആവശ്യമാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഖത്തറിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെയും ഇളമ്പള്ളിയിലേക്കിരിക്കുന്ന പ്രാർത്ഥിക്കുന്നവരുടെയും തമിഴ്നാട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നവൻ്റെയും ആഫ്രിക്കയിലിരുന്ന് പ്രാർത്ഥിക്കുന്നവൻ്റെയും ലോകത്തിൻ്റെ ഏത് മൂലയിലും ഇരുന്ന് ഏത് ഭാഷയിലും പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന ദൈവത്തിന് പ്രവർത്തിക്കത്തക്ക രീതിയിൽ അവൻ്റെ ഭാഷയിൽ കൊണ്ടെത്തിച്ച് പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. സ്തോത്രം. ധ്വനി ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയുടെ ശബ്ദമായി മാറട്ടെ. ആമേൻ. കാരണം പെന്തക്കോസ് ഉടലെടുത്തത് തന്നെ ഒരു ശബ്ദത്തോടു കൂടിയാണ്. ആമേൻ. കൊടുമുഴക്കത്തോടെ ജനങ്ങൾ ഓടിക്കൂടത്തക്ക രീതിയിൽ 120 പേര് ഒത്തൊരുമിച്ചിരുന്ന മാളിക മുറിയിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങി വന്നു. ഇത് കേട്ടുകൊണ്ട് എല്ലാവരും ഓടിക്കൂടി. സ്തോത്രം. പെന്തക്കോസ്തിന്റെ ഉത്ഭവം ഒരു ശബ്ദത്തോടു കൂടി ആയിരുന്നുവെങ്കിൽ ഈ പെന്തക്കോസ്തിന്റെ അവസാനവും ഒരു ശബ്ദത്തോടു കൂടിയാണ്. ആ ശബ്ദത്തിന് 3 സ്റ്റേജുകൾ ഉണ്ടെന്നേ ഉള്ളൂ. ഒന്ന്, കർത്താവ് താൻ ഗംഭീരനാദം, പ്രധാന ദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം. ആളോടിക്കൂടും. എങ്ങനെയാണെന്നറിയാമോ? സ്തോത്രം. മർക്കോസിന്റെ മാളിക മുറിയിൽ കൊടുമുഴക്കത്തോട് പരിശുദ്ധാത്മ ശക്തി ഇറങ്ങി വന്നപ്പോൾ അത് കാണുവാൻ ജനം ഓടിക്കൂടിയെങ്കിൽ പെന്തക്കോസിന്റെ അവസാനവും, അയ്യോ, പത്രമിടാൻ അപ്പച്ചന് കൊണ്ടു കൊടുത്തു. അപ്പച്ചനെ അവിടെ കാണുന്നില്ല. പാല് കൊണ്ടു കൊടുക്കാൻ ചെന്നപ്പോൾ അമ്മച്ചിയെ കാണുന്നില്ല. അയ്യോ, ഇന്നലെ ഞങ്ങൾ വീട്ടിൽ വന്ന പാസ്റ്റ ഇന്ന് കാണുന്നില്ല. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സഹോദരനെ കാണുന്നില്ല. ആൾ ഓടിക്കൂടും. അതിൻ്റെ ശബ്ദം മുഴങ്ങുവാൻ സമയമായി. ആ ധ്വനി കേൾക്കുവാൻ സമയമായി. മനുഷ്യപുത്രന്റെ മുൻപാകെ നിൽക്കുവാൻ പ്രാപ്തരായി തീരേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പാൻ കർത്താവ് തന്നെ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, യുദ്ധം അവസാനിപ്പിക്കണമേ, രാജ്യങ്ങളോട് ഇടപെടണമേ. അതൊക്കെ നല്ല കാര്യം തന്നെ. എന്നാൽ കർത്താവ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ദൈവം മടങ്ങി വരുമ്പോൾ, കർത്താവ് മടങ്ങി വരുമ്പോൾ അവന്റെ മുൻപാകെ നിൽക്കുവാൻ പ്രാപ്തരായ വിശുദ്ധ ഗണത്തെ, ശക്തിയുള്ള, ആമീൻ, പരമാർത്ഥ ഹൃദയമുള്ള, നിർമ്മല ഹൃദയമുള്ള ഒരു സംഘത്തെ ഒരുക്കി നിർത്തുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് അതിനായി സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇടയ്ക്കൊക്കെ കൂടുതൽ വെള്ളം കുടിക്കും. എൻ്റെ ശരീരത്തിൻ്റെ നേച്ചർ അങ്ങനെ. അതുകൊണ്ട് കൂടെ ഒത്തിരി വെള്ളം കുടിക്കുന്നു എന്നും ആരും ചിന്തിക്കരുത്. അതിനിടയ്ക്ക് ചിലപ്പം ചില പാട്ടുകളും ഒന്ന് പാടിയേക്കും. കർത്താവ് സഹായിക്കട്ടെ. തിരുവചന ചിന്തയ്ക്കായിട്ട് എല്ലാവർക്കും വിശുദ്ധ ഗ്രന്ഥം എടുത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗം. സ്തോത്രം. ദൈവവചനമാണ് നമ്മുടെ ജീവൻ ആധാരം. ഈ വിശുദ്ധ ഗ്രന്ഥം പഠിച്ചാൽ നമുക്കറിയാം 66 വലിയ പുസ്തകങ്ങളുടെ ശേഖരണമാണ്. ഇത് എഴുതി അവസാനിപ്പിക്കാം. ഒരു കൂട്ടർ പുറത്ത്, ഒരു കൂട്ടർ അകത്ത്. ആ ഭാഗം നിങ്ങൾ കണ്ടു കാണും. അതൊന്നും ഇന്ന് വായിക്കണ്ട. വെളിപ്പാട് പുസ്തകം എഴുതി അവസാനിക്കുമ്പോൾ ഇന്ന കാറ്റഗറിയിൽപ്പെട്ടവരൊക്കെ പുറത്ത്. സ്തോത്രം. ഇന്ന കാറ്റഗറിയിൽ 22ന്റെ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്,
ഇന്ന കാറ്റഗറിയിൽപ്പെട്ടവർ പുറത്ത്. പക്ഷേ ജീവന്റെ വൃക്ഷത്തിൽ അധികാരമുണ്ടാകേണ്ടതിന് ആമേൻ അവരെല്ലാം അകത്തു പ്രവേശിക്കും. ആ കർത്താവിനെ എതിരേൽപ്പാൻ ഇന്ന് രാത്രിയിലത്തെ ഈ പ്രഭാഷണം എനിക്കും നിങ്ങൾക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്കേവർക്കും അറിയാവുന്ന ഭാഗം 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 1 Peter chapter 2 verse 4 to 10 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ സഹോദരന്മാരിൽ ഒരാൾ ശബ്ദമുയർത്തി വായിക്കും. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീരുന്നു. അവർ വചനം അനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു. അതിനവരെ വെച്ചുമിരിക്കുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുൻപേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. കേൾപ്പിച്ച വായിച്ച ദൈവവചനത്തിനായി നമ്മുടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. നമുക്ക് ഏവർക്കും അറിയാവുന്ന വചനമാണ് 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള ഭാഗങ്ങൾ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവരണം ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ പൊസിഷൻ, നമ്മൾ എന്താണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, ഇതെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു ഭാഗമാണ് ഇന്ന് വായിച്ചു കേട്ടത്. നമ്മുടെ കർത്താവും ശിഷ്യന്മാരും ഇങ്ങനെ പലയിടത്ത് യാത്ര ചെയ്ത കൂട്ടത്തിൽ ഫിലിപ്പിൻ്റെ കൈസരയിലെത്തി. അവിടെ ചെന്നപ്പോൾ നമ്മുടെ കർത്താവ് 2 ചോദ്യങ്ങൾ ചോദിച്ചു. നാട്ടുകാർ എന്നെക്കുറിച്ച് എന്തു പറയുന്നു? സ്തോത്രം. അതാ 1-ാമത്തെ ചോദ്യം അല്ലേ. ഈ നാട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അവരെന്നെക്കുറിച്ച് എന്താ പറയുന്നേ? അപ്പോൾ അവർ പറഞ്ഞു, ഒന്നുകിൽ പ്രവചന അഗ്രഗണ്യന്മാരിൽ ചിലരെന്ന് പറയുന്നു, ചിലർ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നു. വെയിറ്റ്, അതല്ല എനിക്ക് വേണ്ടിയത്. നിങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു? രക്ഷിക്കപ്പെട്ടിട്ട് 10 വർഷമായില്ലേ? സ്നാനപ്പെട്ടിട്ട് 3 വർഷമായില്ലേ? രക്ഷിക്കപ്പെട്ടിട്ട് 50 വർഷമായില്ലേ? സ്തോത്രം. ആരാ യേശു? ആരാ നമ്മുടെ കർത്താവ്? യേശു പറയുക, ചോദിക്കുക ശിഷ്യന്മാരോട്, സ്തോത്രം, അവിടെ നിർത്ത്, നിങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു? അതാ എനിക്ക് കേൾക്കേണ്ടത്. സ്തോത്രം. നാട്ടുകാരെന്തെങ്കിലും പറയട്ടെ, അതവിടെ നിൽക്കട്ടെ. എന്നാൽ നിങ്ങൾ, കൂടെ നടക്കുന്ന നിങ്ങൾ ശിഷ്യന്മാർ എന്താണ് പറയുന്നത്? ആ സമയത്ത് പത്രോസിനൊരു മർമ്മം വെളിപ്പെട്ടു. യു ആർ ദ ക്രൈസ്റ്റ്, ദ സൺ ഓഫ് ലിവിങ് ഗോഡ്. സ്തോത്രം. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. യു ആർ ദ ക്രൈസ്റ്റ്, ദ സൺ ഓഫ് ലിവിങ് ഗോഡ്. സ്തോത്രം. ആ പത്രോസ് തൻ്റെ തൂലിക എടുത്ത് എഴുതി, സ്തോത്രം, ഞാനല്ല സഭയുടെ മൂലക്കല്ല്, ഞാനല്ല സഭയുടെ കോർണർ സ്റ്റോൺ, ഞാനല്ല സഭയുടെ അടിസ്ഥാനം. പിന്നെ ആരാണെന്നറിയാമോ? ആത്മാക്കളുടെ ഉടയവനായ നമ്മുടെ കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. പത്രോസിനോട് പറയുക, പത്രോസേ, നീ ഉണ്ടല്ലോ ഒരു പാറക്കഷ്ണമാ, ഞാനാണ് പാറ, ഞാനാണ് പാറ. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. We have to realize the power and structure of the church. ചർച്ചിൻ്റെ ശക്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ചർച്ചിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കണം. ചർച്ചിൻ്റെ ആ അതിൻ്റെ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം.
ആരാണ് സഭയുടെ കോർണർ സ്റ്റോൺ? ആരാണ് സഭയുടെ അടിസ്ഥാനക്കല്ല്? പത്രോസ് പറയുക, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവ. പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാത്ത രീതിയിൽ അടിസ്ഥാനമിട്ട് പണിതിരിക്കുന്ന ദൈവസഭയുടെ അംഗങ്ങളായി മാറുവാൻ കാലാകാലങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കിയെടുത്ത ദൈവത്തിൻ്റെ കൃപ എത്രയോ വലുതാണ്. സ്തോത്രം. ഇവിടെ പത്രോസ് പറയും, ഞാൻ ഓടിച്ചു പോകുക. ഇവിടെ പത്രോസ് എഴുതിയിരിക്കുന്ന ആദ്യത്തെ ഭാഗത്തിൽ 4 പ്രത്യേകതകളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന്, റിജക്റ്റഡ് ബൈ മെൻ, മനുഷ്യർ തള്ളിയ കല്ല്. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത എന്താണ്? മനുഷ്യർ തള്ളി. സ്തോത്രം. അപ്പോൾ ആദ്യമേ നമ്മൾ ഓർക്കണം, സഭയുടെ അടിസ്ഥാന കല്ലും മൂലക്കല്ലും ആരാണ്? കർത്താവാണ്, വേറെ ആരുമല്ല. എന്താണ് ഈ കല്ലിൻ്റെ പ്രത്യേകത? ഈ കല്ലിൻ്റെ പ്രത്യേകത മനുഷ്യർ ഇതിനെ തള്ളിയതാണ്, റിജക്റ്റഡ് ബൈ മെൻ. പക്ഷേ 2, ദൈവസന്നിധിയിൽ മാന്യവും ശ്രേഷ്ഠവുമായ കല്ല്. പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിക്കുന്ന പോലെ അതിൻ്റെ വിശദീകരണം പുറകാനെ ഞാൻ തരാം. സ്തോത്രം. ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എന്താണ് ഈ പ്രത്യേകത എന്നറിയാമോ? ഇത് പ്രഷ്യസ് സ്റ്റോണാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ, ദൈവസന്നിധിയിൽ ഇത് മാന്യവും ശ്രേഷ്ഠവുമായ കല്ലാണ്. മൂന്നാമത്തേത്, ഇത് ജീവനുള്ള കല്ലാണ്. അതാണ് മൂന്നാമത്തെ പ്രത്യേകത, ജീവനുള്ള കല്ല്. ഇതൊരു ലിവിങ് സ്റ്റോൺ ആണ്. ഇത് മാത്രമേ ഉള്ളൂ. ഇതൊരു ലിവിങ് സ്റ്റോൺ ആണ്, ജീവൻ നൽകുന്ന സ്റ്റോൺ ആണ്. അതിൻ്റെ പ്രത്യേകതയാണ്, അടുത്തു വരുന്നവരെയും ജീവനുള്ള കല്ലാക്കി മാറ്റുന്ന ജീവനുള്ള കല്ല്. ഇതാണ് പത്രോസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന 4 പ്രത്യേകതകൾ. ഞാൻ ആവർത്തിക്കുന്നു, മനുഷ്യർ തള്ളിയ കല്ല്. ആ കല്ല് ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായി മാറി. ആ കല്ല് ദൈവസഭയുടെ മൂലക്കല്ലാകുന്ന ജീവനുള്ള കല്ലായി മാറി. 4, ആ കല്ലിൻ്റെ അടുത്തു വരുന്നവരെയൊക്കെയും ജീവനുള്ള കല്ലാക്കി മാറ്റുന്ന ദൈവശക്തി. സ്തോത്രം. 4 പ്രത്യേകത. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പറവാൻ സാധിക്കും? പിരിയ ബന്ധമാണിതു, പിരിയ ബന്ധമാണിതു, പിരിയ ബന്ധമാണിതു, യുഗകാലം വരെയോ മകൾ സ്നേഹം. ലോകപിതാവൂത മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. ഇത് പിരിയ ബന്ധമാ. അടുത്തു വരുന്നവരെയൊക്കെയും ജീവനുള്ള കല്ലാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി. മനുഷ്യർ തള്ളിയ കല്ല്. അതാണ് ഒന്നാമത്തെ ചിന്ത, മനുഷ്യർ തള്ളിയ കല്ല്. പത്രോസ് എഴുതിയിരിക്കുക, യേശു ക്രിസ്തു ആരാണെന്നറിയാമോ? മനുഷ്യർ തള്ളിയ കല്ല. കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ വായിക്കണ്ട. 1 കൊരിന്ത്യർ 10 വളരെ വ്യക്തമായി പൗലോസ് പറയുക, അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ, ആ പാറ, ആ പാറ അത് ക്രിസ്തു തന്നെ. യുഗങ്ങളുടെ പാറ, അടിക്കപ്പെട്ട പാറ, എനിക്ക് വേണ്ടി തുറക്കപ്പെട്ട പാറ, എനിക്ക് അഭയം നൽകുന്ന പാറ, ആ പാറയാകുന്ന ക്രിസ്തു. അതിന്മേലാണ് സഭയെ പണിതിരിക്കുന്നത്. ആ കല്ല് മനുഷ്യർ തള്ളി. സ്തോത്രം. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരോ അവനെ കൈക്കൊണ്ടില്ല. സ്തോത്രം. 3 പ്രത്യേകതകൾ അതിനുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. ഒന്നാമത്തെ ചിന്ത, മനുഷ്യർ തള്ളിയ കല്ല്. സ്തോത്രം. ഒന്ന് നോക്കിക്കേ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണവുമായി ബന്ധപ്പെട്ട 3 കാര്യം മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. ഒന്ന്, സ്തോത്രം, ഗെത്സമനയിൽ വെച്ച്
അവൻ ശിഷ്യന്മാരാൽ തള്ളപ്പെട്ടു. സ്തോത്രം. അനവധി വേദികളുണ്ട്, അനവധി കാര്യങ്ങളുണ്ട്, സന്നിധി സംഘമുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. സ്തോത്രം. ശിഷ്യന്മാർ അവനെ വിട്ട് ഓടിപ്പോയി. റിജക്റ്റഡ് ബൈ. എന്താണ് ഗെത്സമനയുടെ പ്രത്യേകത? പ്ലേസ് ഓഫ് റിജക്ഷൻ ബൈ ദ ഡിസൈപ്പിൾസ്. സ്തോത്രം. ശിഷ്യന്മാർ അവനെ വിട്ട് ഓടിപ്പോയ സ്ഥലം ഗെത്സമന. രണ്ടാമത്തെ സ്ഥലം ഗബദ. എന്താണ് അതിന്റെ പ്രത്യേകത? റിജക്റ്റഡ് ബൈ പൈലറ്റ് ആൻഡ് his own people. അവന്റെ സ്വന്തം ജനവും പീലാത്തോസും അവനെ കൈവിട്ട സ്ഥലം. സ്തോത്രം. അതാണ് ഗബദയുടെ പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകത, എനിക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടി കാൽവറിയിൽ ഒരു റിജക്ഷൻ നടന്നു. ആ റിജക്ഷൻ എന്തായിരുന്നെന്നറിയാമോ? റിജക്ഷൻ ബൈ ഹിസ് ഫാദർ. അവന്റെ പിതാവ് അവനെ കൈവിട്ട രംഗം. സ്തോത്രം. ഹല്ലേലൂയ. ഗെത്സമനയിൽ വെച്ച് ശിഷ്യന്മാർ അവനെ വിട്ടോടിപ്പോയി. ഗബദയിൽ വെച്ച് പീലാത്തോസും സ്വന്തം ജനവും അവനെ ഒറ്റപ്പെടുത്തി, അവനെ തിരസ്കരിച്ചു, അവനെ തള്ളി. എന്നാൽ കാൽവറിയിൽ വെച്ച്, കാൽവറി ഈസ് ദ പ്ലേസ് ഓഫ് റിജക്ഷൻ ബൈ ഹിസ് ഫാദർ. പിതാവ് അവനെ കൈവിട്ട രംഗം എന്തിനാണെന്നറിയാമോ? ജീവനുള്ള മൂലക്കല്ലായി മാറ്റുവാൻ, സഭയുടെ മൂലക്കല്ലായി മാറ്റുവാൻ, അനേകരെ ചേർത്ത് പണിയുവാൻ, അനേകരെ വീണ്ടെടുക്കുവാൻ, അനേകർക്ക് രക്ഷ നൽകുവാൻ നമ്മുടെ കർത്താവിനെ കാൽവറിയിൽ വെച്ച് പിതാവായ ദൈവം കൈവിട്ടു. ഹല്ലേലൂയ. തള്ളപ്പെട്ട 3 രംഗങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ബാക്കി ഒരുപാട് രംഗങ്ങളുണ്ട്, ഞാൻ ആ പോയിന്റിലേക്ക് കടക്കുന്നില്ല. സ്തോത്രം. എന്താണ് ഈ കല്ലിൻ്റെ പ്രത്യേകത? തള്ളപ്പെട്ട കല്ല്. അടുത്ത പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് യെശയ്യാപ്രവചനം 28-ാം അധ്യായം 16-ാം വാക്യത്തിൻ്റെ സ്തോത്രം, ആ കോട്ടിങ്ങാണ് 6-ാം വാക്യത്തിൻ്റെ വാക്യം. യെശയ്യാപ്രവചനം 28-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. അതാണ് പത്രോസ് 2:6 എഴുതിയിരിക്കുന്നത്. ഐശ്യ ബുക്ക് ഓഫ് ചാപ്റ്റർ ഐശ്യ 28:16. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ സീയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. യെശയ്യാപ്രവചനം 28-ാം അധ്യായം 16-ാം വാക്യത്തിന്റെ അതേ കോട്ടിങ്ങാണ് പത്രോസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവഴുത്തിൽ കാണുന്നുവല്ലോ. സ്തോത്രം. എന്താണ് ഈ കല്ലിന്റെ പ്രത്യേകത? അതിനു മുമ്പ് ഞാൻ ഓർപ്പിച്ചല്ലോ, ഈ കല്ല് തള്ളപ്പെട്ട കല്ല. സ്തോത്രം. എന്നാൽ ദൈവസന്നിധിയിൽ അതിന് മാന്യമായ കല്ലായി മാറി. സ്തോത്രം. മനുഷ്യർ തള്ളും കേട്ടോ. സ്തോത്രം. മനുഷ്യർ തള്ളും, പക്ഷേ ദൈവം ചേർത്ത് പിടിക്കും. ദൈവം ചേർത്ത് പിടിക്കും. ദൈവം ചേർത്ത് പിടിക്കും. മനുഷ്യൻ പരിഹസിക്കും കേട്ടോ, പക്ഷെ ദൈവം പരിഹാരം ഇന്ന് രാത്രിയിൽ തരും. മനുഷ്യൻ താഴ്ത്തും, പക്ഷെ ദൈവം ഉയർത്തും കേട്ടോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മനുഷ്യൻ മുറിവേൽപ്പിക്കും, പക്ഷെ ദൈവം മുറിവ് കെട്ടും, മുറിവ് കെട്ടും. അതാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത. മനുഷ്യർ തള്ളിയെങ്കിലും ഹല്ലേലൂയ, എത്ര പേർ ദൈവത്തിന് മഹത്വം കൊടുക്കും? പരിഹസിക്കുമ്പോൾ പരിഹാരം തരുന്ന ദൈവം, താഴ്ചയ്ക്ക് വിധിക്കുമ്പോൾ ഉയർത്തുന്ന ദൈവം, ഹല്ലേലൂയ, മുറിവ് ഉണ്ടാകുമ്പോൾ മുറിവ് കെട്ടുന്ന ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ആരാധിക്കുന്നത്. എത്ര പേർക്ക് കർത്താവിനെ സ്തുതിപ്പാനിടയാകും? ഹല്ലേലൂയ. പരിഹാരം നൽകുന്ന നമ്മുടെ കർത്താവ്, അവന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്ന് രാത്രിയിൽ മനുഷ്യൻ നമ്മളെ ഒതുക്കുവാൻ ശ്രമിക്കുമ്പോൾ
ദൈവം നമ്മെ ഒരുക്കിയെടുക്കും. ഹല്ലേലൂയ. മനുഷ്യൻ നമ്മളെ എല്ലാ വിധത്തിലും ഒതുക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവശക്തി നമ്മളെ ഒരുക്കിയെടുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് രാത്രി പ്രാർത്ഥിക്കും? ആർക്കെങ്കിലും ഈ വക പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട കർത്താവിനെ ഒന്ന് ധ്യാനിക്കും. മനുഷ്യൻ നിരാശപ്പെടുത്തും കേട്ടോ. മനുഷ്യൻ നിരാശ നൽകും, ദൈവം പ്രത്യാശ നൽകും. മനുഷ്യൻ പരിഹസിക്കും, ദൈവം പരിഹാരം നൽകും. ഹല്ലേലൂയ. മനുഷ്യൻ വീഴ്ത്തും, ദൈവം എഴുന്നേൽപ്പിക്കും. ദൈവം എഴുന്നേൽപ്പിക്കും. ആ ദൈവത്തിൽ ഇന്ന് രാത്രിയിൽ ഒന്ന് വിശ്വസിക്കുമോ? മനുഷ്യൻ പല വിധത്തിൽ നമ്മളെ വീഴ്ത്തുവാൻ ശ്രമിക്കുമ്പോൾ നമ്മെ ഉയർത്തുന്ന, നമ്മുടെ താഴ്ചയിൽ നമ്മളോട് സഹതാപം തോന്നുന്ന, നമ്മളോട് കടാക്ഷം തോന്നുന്ന, ഹല്ലേലൂയ, നമ്മെ എഴുന്നേൽപ്പിക്കുന്ന ദൈവശക്തിക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ രാത്രിയിലെ ആരാധനയിൽ എല്ലാവരും അല്പസമയം ആദികളെല്ലാം ഒന്ന് മാറട്ടെ. ആരാധനയിൽ ആദികൾ മാറണം. ഈ പ്രാർത്ഥനാധ്വനിയുടെ കൺവെൻഷൻ ഈ ദേശത്തിന് വിടുതലായി തീരണം. കർത്താവേ, പല വിധത്തിൽ മനുഷ്യനെ സങ്കുചിതമായ ആലോചനകൾ നൽകി എന്നെ നിരാശപ്പെടുത്തുമ്പോൾ അങ്ങയുടെ വലം കൈ വീരം പ്രവർത്തിക്കുന്ന വലം കൈ എന്റെ കൂടെ ഉള്ളതിനായി ധൈര്യപ്പെട്ടിരിപ്പാൻ പ്രത്യാശയുള്ളവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ. ഇന്ന് രാത്രി ആ കർത്താവിൽ ആശ്രയിക്കൂ. ആമീൻ. നമ്മളെ താഴ്ത്തുവാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ ഉയർത്തുന്ന ഒരു ദൈവത്തിന്റെ കരം. മനുഷ്യൻ നമ്മെ പരിഹസിക്കുമ്പോൾ പരിഹാരം നൽകുന്ന ദൈവം, നമ്മളെ മുറിപ്പെടുത്തുമ്പോൾ നമ്മുടെ മുറിവിനെ കെട്ടുന്ന ദൈവം, നമ്മളെ താഴ്ത്തുവാൻ ശ്രമിക്കുമ്പോൾ ഉയർത്തുന്ന ദൈവം. ആ ദൈവത്തിന്റെ കരങ്ങളിൽ ആദികൾ മാറട്ടെ, ആഗതികൾ മാറട്ടെ, ആദികൾ മാറട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, നാളത്തെ കുറിച്ചുള്ള ഭാരം മാറട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ദൈവദാസന്മാർ ഉൾപ്പെടെ ഈ രണ്ടാമത്തെ ദിനത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകണം. യേശുവിന്റെ നാമത്തിൽ നിരാശകൾ മാറണം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ച് കൊള്ളുക. യേശുവിന്റെ നാമത്തിൽ നമ്മളെ ഉയർത്തുന്ന ഒരു ദൈവം, നമ്മളെ കടാക്ഷം തോന്നുന്ന ദൈവം, ആ ദൈവത്തിലാണ് നമ്മൾ ഇന്ന് രാത്രി ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനാ നിരാശപ്പെടുന്നത്? നിരാശകളൊക്കെ നമുക്ക് കടന്നു വരും. മനുഷ്യർ നമ്മളെ തള്ളും കേട്ടോ. ദൈവം പരിഹാരം വരുത്തും. കർത്താവ് അതിന് ഉദാഹരണമാ. കൂടെ നടന്ന ശിഷ്യന്മാരെല്ലാം വിട്ടുപോയി. ഞാൻ വിചാരിക്കുന്ന പത്രോസ് മുന്നലോടി പോകുന്നതിന് മുമ്പേ ഒരുവൻ്റെ കാത് വറുത്തിട്ടിട്ടാ ഓടിയത്. മുന്നലോടിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും നമ്മളെ പരിഹസിക്കും. ആർക്കാ പ്രശ്നങ്ങളില്ലാത്തത്? ഞങ്ങളൊക്കെ ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകും. ഹല്ലേലൂയ. സെബാസ്റ്റ്യൻ ബ്രദറിനൊക്കെ അറിയാം, ബെൻസൺ പാസ്റ്ററിനെ അറിയാം, ബിന്ദു സിസ്റ്ററിനെ അറിയാം, ഇവിടെ ഇരിക്കുന്ന ചിലർക്കറിയാം. 4.5 കോടി രൂപയുടെ ചിലവിലാണ് ഖത്തറിൽ ഇപ്പോൾ ആലയം പണിതുകൊണ്ടിരിക്കുന്നത്. ആ അന്യരാജ്യത്ത്, മുസ്ലിം രാജ്യത്ത് നമ്മുടെ ഖത്തർ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന് സ്ഥലം കിട്ടി. അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുക. ഉറങ്ങാത്ത രാത്രികൾ, സങ്കടപ്പെടുന്ന രാത്രികൾ, ഈ മാസത്തെ ഗഡുകൾ എങ്ങനെ കൊടുക്കുമെന്നുള്ള ചിന്താഭാരം. പലരുടെയും ജോലി നഷ്ടപ്പെടുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാരെയാണ് പിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. HMCയിലൊക്കെ നല്ല ശമ്പളം കിട്ടിയോടെ 20% ആണ് കുറച്ചത്. ഓയിൽ ഫീൽഡിലൊക്കെ 20% സാലറി കുറച്ചു. വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നത്. സ്തോത്രം. എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു, മുറിവ് കെട്ടുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ സങ്കടയാതന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ബലം കൈ പിടിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മളെ താഴ്ത്തുവാൻ ശ്രമിക്കുന്നിടത്ത് നമ്മളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യൻ പല്ല് കടിച്ച്, സ്തോത്രം, കല്ലുകൾ പറക്കി ഭക്തന്റെ നേരെ പാഞ്ഞു വന്നപ്പോൾ
ആ കല്ലിന്റെ ഓരോ ഏറിലും അവന്റെ അസ്ഥികൾ ഒടിഞ്ഞ് പൊട്ടി തകർന്നപ്പോൾ ഹല്ലേലൂയ മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് പ്രാർത്ഥിച്ച സ്തെഫാനോസിനെ പോലെ ഇന്ന് രാത്രിയിൽ എത്ര പേർ പ്രാർത്ഥിക്കും? ദൈവനിയോഗത്താലാണ് ഞാൻ ഇത് ചെയ്യുന്നത്. എത്ര പേർ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കും? കർത്താവേ, ഇന്ന് രാത്രിയിൽ എന്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവന്റെ പിന്മാറ്റത്തിൽ നിന്നൊന്ന് മടങ്ങി വരണമെന്ന് നിരാശപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ചില ജീവിതങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ കല്ലേറുകൊണ്ട് അസ്ഥികൾ പൊടിയുമ്പോഴും സ്തോത്രം, മുട്ടുകുത്തി സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ മുൻപാകെ വലത്തുഭാഗത്ത് മനുഷ്യപുത്രൻ എഴുന്നേറ്റ് നിൽക്കുന്ന ദൃശ്യം കണ്ട സ്തെഫാനോസിനെ പോലെ ഇന്ന് രാത്രിയിൽ എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകും? പ്രാർത്ഥനാധുരിയുടെ കൺവെൻഷൻ അല്ലേ? പ്രാർത്ഥനാ സഹകാരികളല്ലേ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്? ഏറുകൊണ്ട് മരണം മുൻപിൽ കണ്ടപ്പോഴും പ്രാർത്ഥിക്കാൻ തയ്യാറായ സ്തെഫാനോസ്, സ്വർഗത്തിലേക്ക് നോക്കുവാൻ തയ്യാറായ സ്തെഫാനോസ്, ദൈവപുത്രൻ പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ട സ്തോത്രം സ്തെഫാനോസ് പല്ല് കടിച്ച് പാഞ്ഞു വന്നപ്പോൾ അവരെ നോക്കി, കർത്താവേ, എന്നെ എറിഞ്ഞ ഈ പാപം അവരുടെ മേൽ നിർത്തരുത് എന്ന് മാറത്തടിച്ച് പ്രാർത്ഥിച്ച സ്തെഫാനോസിനെ പോലെ ശൗലേ, ആ പ്രാർത്ഥനയുടെ തരംഗം നിന്റെ ജീവിതത്തിലേക്കും കടന്നു വന്നില്ലേ? ഹല്ലേലൂയ. നാളുകളായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ശബ്ദം സ്വർഗം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം അതിന്റെ സമയത്ത് തന്നെ അതിന്റെ ക്രിയകൾ നടത്തുമെന്നുള്ളത് വിശ്വാസത്തോടുകൂടി ഇന്ന് രാത്രിയിൽ ദൈവജനം സ്വീകരിക്കണം. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ദൈവത്തെ ആരാധിക്കേണ്ടവർ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരാത്മീയ ശുശ്രൂഷയ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അധികാരപത്രവും വാങ്ങി അനന്യാസിനെ പോലുള്ള ശിഷ്യന്മാരെ പിടിച്ചുകെട്ടി ദമസ്കോസിൽ നിന്നും യെരൂശലേമിലേക്ക് കടന്നു വരുവാൻ കടന്നുപോയ ഒരു വീരയോദ്ധാവിനെ പോലെ, ഒരു നായകനെ പോലെ താൻ സഞ്ചരിച്ചിരുന്ന വാഹനമൃഗം കുതിരയാണോ കഴുതയാണോ, ഏതായാലും 250 കിലോമീറ്റർ ഉണ്ട് വിശുദ്ധ നഗരിയിൽ നിന്നും ദമസ്കസിൽ എത്തുവാൻ. കയ്യിൽ അധികാരപത്രം. ഞാൻ വിശ്വസിക്കുന്നു ഇടത് കൈയിൽ അധികാരപത്രം, വലത് കൈയിൽ കുതിരയെ നിയന്ത്രിക്കുന്ന കടിഞ്ഞാൺ, കാലും കൊണ്ട് കുതിരയെ സ്പീഡിൽ ചവിട്ടുന്നു. ഒരു വീരനായകനെ പോലെ ദമസ്കോസിനെ ലക്ഷ്യമാക്കി പ്രാർത്ഥിക്കുന്ന അനന്യാസ് ഉൾപ്പെടെയുള്ളതിനെ പിടിച്ചുകെട്ടി ആമീൻ ഹല്ലേലൂയ കൊണ്ടുവരുവാൻ കടന്നുപോയ ശൗലേ, ശൗലേ, എന്താണ് നിന്റെ ജീവിതത്തിൽ പറ്റിയത്? മറക്കരുത്, നീ വസ്ത്രം കാത്തുകൊണ്ട് അവിടെ നിന്നില്ലേ? അന്ന് പ്രാർത്ഥിച്ച ഒരുവനുണ്ട്, അവൻ ഇന്ന് പറുദീസയിൽ വിശ്രമിക്കുക. അവന്റെ പ്രാർത്ഥന സ്വർഗം ഏറ്റെടുത്തു. സ്തെഫാനോസിനെ കൊന്നപ്പോൾ വസ്ത്രം കാത്തുകൊണ്ട് നിന്ന ചെറുപ്പക്കാരിൽ ഒരുവനല്ലേ ആമേൻ ശൗൽ? സ്തോത്രം. ആ പ്രാർത്ഥനയുടെ ശബ്ദം, അതിന്റെ തരംഗം അവൻ ഈ വിശുദ്ധ നഗരിയിൽ നിന്ന് ആമേൻ സ്തോത്രം ദമസ്കോസിലേക്ക് പോകുമ്പോൾ അവന്റെ കാതുകളിൽ കേട്ടുകൊണ്ടിരിക്കുക. അവൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ശബ്ദം, ഓ കർത്താവേ, ഈ പാപം ഇവരുടെ മേൽ നിർത്തരുതേ, നിർത്തരുതേ. അരിമത്യയിലെ യോസഫിന്റെ കല്ലറയിൽ അവൻ ഒതുങ്ങുമെന്ന് അവൻ വിചാരിച്ചു. അവൻ പിടിച്ച ന്യായപ്രമാണമാണ് വലുതെന്ന് അവൻ വിചാരിച്ചു. പക്ഷേ മരണത്തെ അവൻ ജയിച്ച നമ്മുടെ കർത്താവ്, ജയാളിയായ കർത്താവ്, മരണത്തിന് അവനെ പിടിച്ചു വെക്കുവാൻ അസാധ്യമാക്കിയ ദൈവ പ്രവർത്തിക്കായി അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കാൽവറിയിൽ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെട്ടെങ്കിൽ ദൈവശക്തി ആവരിച്ചത് അവൻ കല്ലറയില്ല.
ദൈവസ്നേഹം വെളിപ്പെട്ടത് കാൽവരിയിൽ, എന്നാൽ കല്ലറയിൽ വെളിപ്പെട്ടത് ദൈവത്തിന്റെ ശക്തി. ഞാൻ ഈ രംഗം ഇങ്ങനെ ചിന്തിക്കുക, കുന്തവും പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക. ഹല്ലേലൂയ. പീലാത്തോസിന്റെ അരികെ ചെന്ന് പറഞ്ഞു, ഈ കള്ളനുണ്ടല്ലോ അവൻ രക്ഷപ്പെടും, അവൻ്റെ ശിഷ്യന്മാർ ഇവൻ്റെ ബോഡി എടുത്തുകൊണ്ട് പോകും, അതുകൊണ്ട് ഇത് ഉറപ്പിക്കണം. ഹല്ലേലൂയ. ഞാനൊരു പഴയ അധ്യാപകനോടായതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുക, അല്ല ഈ കല്ല് ആരാ ഉരുട്ടി വെച്ചത്? ഹലോ, മിഡിലിരിക്കുന്ന സഹോദരിമാരെന്ന് പറഞ്ഞ് ആരെങ്കിലും ഉറക്കമൊക്കെ ഒന്ന് പോട്ടെ. ഈ യേശുവിൻ്റെ കല്ലറയുടെ മുൻപാകെ കല്ല് ഉരുട്ടി വെച്ചത് ആരാ? ഇതിൽ കൂടി പോകുന്നുണ്ട് കേട്ടോ. ആരാ? അയ്യോ, വിവാസന്മാരെ, പടയാളികളാ ഉരുട്ടി വെച്ചത്. സഹോദരന്മാരെ, ഞാൻ ഇനി ചോദിക്കുന്നില്ല. യോസഫാ കല്ലുരുട്ടി വെച്ചത് അല്ലേ? അവിടെ എഴുതിയിട്ടുണ്ട് യോസഫാ കല്ലുരുട്ടി വെച്ചത്. സോറിയേ, പക്ഷെ ആ കല്ല് ഉറപ്പിച്ചത് പട്ടാളക്കാരാ, മുദ്ര വെച്ചത്. പീലാത്തോസ് പറഞ്ഞു പോയി ചെയ്തോളാൻ പറഞ്ഞു, ഉറപ്പിക്കാൻ പറഞ്ഞു. ഉറപ്പിച്ചു, കല്ലറ ഉറപ്പിച്ചു. കുന്തവും പിടിച്ചോണ്ട് നിൽക്കുകയാ. ഞാൻ വിചാരിച്ചു, എന്തിനാ ഇവർ നിൽക്കുന്നേ? അകത്തിരിക്കുന്നവൻ്റെ ആ ബോഡി സൂക്ഷിച്ച് ഇങ്ങനെ കുന്തവും പിടിച്ചോണ്ട് നിൽക്കുകയാ. പക്ഷെ ഇച്ചിരി കഴിഞ്ഞപ്പം ഭയങ്കര ഒരു ശബ്ദം. മരിച്ചവൻ്റെ ബോഡിക്ക് കാത്തിരുന്നവർ മരിച്ചവരെ പോലായെന്ന്. മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? മരിച്ചെന്ന് കരുതി ബോഡിക്ക് കാത്തുനിന്ന പടയാളികൾ പരിഭ്രാന്തരായി, മരിച്ചവരെ പോലെയായി. പക്ഷേ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ദൈവശക്തി അവിടെ ആവരിച്ചു. ദൈവശക്തി ആവരിച്ചു കഴിഞ്ഞപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. ഇന്ന് രാത്രിയിൽ മരണത്തെ അവന് പിടിച്ചു വെക്കുവാൻ അസാധ്യമായിരുന്നു. മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ദൈവസഭയുടെ ജീവനുള്ള മൂലക്കല്ലായി മാറ്റുവാൻ നമ്മുടെ കർത്താവിനെ ആമേൻ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ കല്ല നമ്മുടെ സഭയുടെ ആമേൻ മൂലക്കല്ല്. ഹല്ലേലൂയ. ഈ കല്ലിനെ കുറിച്ച് യെശയ്യാപ്രവാചകൻ വളരെ വ്യക്തമായി എഴുതിയിരിക്കുക. ഇതെന്താണ്? അടിസ്ഥാനക്കല്ല് അല്ലേ? അങ്ങനല്ലേ അവിടെ കാണുന്നത്? അടിസ്ഥാനക്കല്ല്. രണ്ടാമത്തെ പ്രയോഗം അവിടെ എഴുതിയിരിക്കുന്നത് ശോധന ചെയ്ത കല്ല്. ടെസ്റ്റഡ് സ്റ്റോൺ. ആ പ്രിയരെ, നമ്മുടെ കർത്താവുണ്ടല്ലോ, ശോധന ചെയ്ത കല്ല. സഭയുടെ അടിസ്ഥാനക്കല്ലാണ്, മൂലക്കല്ലാണ്. 2 ശോധന ചെയ്ത കല്ല. ഗെത്സമന മുതൽ ഗോൽഗോത്ത വരെ അവൻ ശോധന ചെയ്തു. ഒരു കുറ്റവും അവനിൽ കണ്ടില്ല. യെശയ്യാവ് പറഞ്ഞിരിക്കുക, ഇതെന്താണ്? ശോധന ചെയ്ത കല്ല. മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത് വിലയേറിയ കല്ല്, പ്രഷ്യസ് സ്റ്റോൺ ആയത്. പ്രഷ്യസ് സ്റ്റോൺ, വിലയേറിയ കല്ല. അവൻ്റെ വിലയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. അവൻ്റെ മാന്യതയെക്കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോവുക. ഒന്നാമത്തെ ചിന്തയെ ഞാൻ പറഞ്ഞുള്ളൂ. സ്തോത്രം. നാലാമത്തെ പ്രത്യേകത, എ ഷുവർ ഫൗണ്ടർ, അടിസ്ഥാന കല്ല്. ആമേൻ. 4 പ്രത്യേകതകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സിയോനിലെ അടിസ്ഥാന കല്ല്, ടെസ്റ്റഡ് സ്റ്റോൺ, ശോധന ചെയ്ത കല്ല്, വിലയേറിയ കല്ല്, വീണ്ടും പറയുക അടിസ്ഥാന കല്ല്. ഈ കല്ലാണ് ദൈവസഭയുടെ മൂലക്കല്ല്. ഇത് യെശയ്യാപ്രവചനം 28-ാം അധ്യായം 16-ാം വാക്യത്തിൽ നിന്ന് അപ്പോസ്തലനായ പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുക. ഈ വിലയേറിയ കല്ലിൽ വിശ്വസിക്കുന്നവർക്ക് എന്തുണ്ട്? ഒരു മാന്യതയുണ്ട്.
കർത്താവിനെ ആരാധിക്കുന്നതിന് ഒരു മാന്യതയുണ്ട്. കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതിന് ചില മാന്യതയുണ്ട്. കർത്താവിന്റെ മുൻപാകെ മുട്ടുമടക്കുന്നതിന് ചില മാന്യതയുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഒരു മാന്യതയുണ്ട്. അങ്ങനെ കാലാകാലങ്ങളിൽ വിശ്വസിച്ചവർക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. വീണ്ടും 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആമേൻ, ഇടർച്ചക്കല്ലും തടങ്കൽപ്പാറയുമായി മാറി. സ്റ്റോൺ ഓഫ് ഓഫൻസ്, ഇടർച്ചക്കല്ല്. ഇംഗ്ലീഷിൽ 2-ാമത്തെ ഭാഗം എഴുതിയിരിക്കുന്നത് റോക്ക് ഓഫ് സ്റ്റംബ്ലിംഗ്, തടങ്കൽപ്പാറ. യെശയ്യാപ്രവചനം 8-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ വ്യക്തമായി പറയുകയാണ്, നമ്മുടെ കർത്താവ് ഇടർച്ചക്കല്ലും തടങ്കൽപ്പാറയുമാണ്. ആർക്കാണ്? വിശ്വസിക്കാത്തവർക്ക്. എപ്പോൾ അത് സംഭവിച്ചു? കർത്താവിൻ്റെ 1-ാമത്തെ വരവിൽ അത് സംഭവിച്ചു. അവനിൽ വിശ്വസിക്കാത്തവർക്ക് നമ്മുടെ കർത്താവ് തടങ്കൽപ്പാറയായി മാറി. സ്തോത്രം, ഹല്ലേലൂയ. ഇടർച്ചക്കല്ലായി മാറി. ഹല്ലേലൂയ. ആ കല്ലിൽ തട്ടിയവരൊക്കെ വീണുപോയി. സ്തോത്രം. യെരൂശലേമിന്റെ പതനം അതോടുകൂടി സംഭവിച്ചു. അവനെ ഒറ്റിക്കൊടുത്തവർ ഉൾപ്പെടെയുള്ള ജനവർഗത്തിന് നേരിട്ട സംഭവം ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 1-ാമത്തെ വരവിങ്കിൽ യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാനായി ഭൂമിയിൽ വന്നപ്പോൾ കർത്താവിൽ വിശ്വസിക്കാത്ത ജനവർഗത്തിന് നമ്മുടെ കർത്താവ്, ആമേൻ, സ്തോത്രം, ഇടർച്ചക്കല്ലും തടങ്കൽപ്പാറയുമായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അതെന്താണെന്നറിയാമോ? ദാനിയേൽ പ്രവചനത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അത് മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. ആ വാക്യം ഒന്ന് വായിച്ചേ. മത്തായി 21:44. മത്തായി 21:44. കല്ലിന്മേൽ പെട്ടെന്ന്, ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും. ഈ കല്ലിന്മേൽ വീഴുന്നവൻ, ശ്രദ്ധിക്കണമേ, ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും. One who falls in this stone will be broken into pieces. ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും എന്ന് പറഞ്ഞാൽ ഇടർച്ചക്കല്ലായി അവൻ മാറി, തടങ്കൽപ്പാറയായി മാറി 1-ാമത്തെ വരവെങ്കിൽ. ആമേൻ. അടുത്തത്, അത് ആരുടെ മേലെങ്കിലും വീണ when it falls anyone, അവനെ ധൂളിപ്പിക്കുമെന്ന് പറഞ്ഞു. it will crush him. ഇനിയും അത് സംഭവിക്കും. നമ്മുടെ കർത്താവിന്റെ, ആമേൻ, സ്തോത്രം, 2-ാമത്തെ വരവിന്റെ, ആമേൻ, 2-ാമത്തെ ഘട്ടത്തിൽ the glorious appearance of the church, ചർച്ചിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ, നമ്മുടെ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഈ കല്ലുണ്ടല്ലോ, ആരും തൊടാത്തൊരു കല്ല്, ആരും തൊടാത്തൊരു കല്ല്. ഈ കല്ല് ആരുടെ മേൽ വീഴുന്നു, ഇറ്റ് വിൽ ക്രഷ് ഹിം, അതിനെ ധൂളിപ്പിക്കും. ശ്രദ്ധിച്ചേ, 1-ാമത്തെ വരവെങ്കിൽ, ആമേൻ, കല്ലിന്മേൽ തട്ടിയവരാണ് യഹൂദന്മാർ. അവരെന്ത് ചെയ്തു? തകർന്നുപോയി. സ്തോത്രം. ചരിത്രം അത് പഠിപ്പിക്കുന്നു. ആമേൻ. AD 70 നടന്നത് നമുക്കറിയാം. അതിലേക്ക് ഞാൻ ഈ പശ്ചാത്തലത്തിൽ പ്രസംഗിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഇനിയൊരു കാര്യം നടക്കും. തൻ്റെ സകല വിശുദ്ധന്മാരുമായി നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ തൊടാത്തൊരു കല്ല്, ആ കല്ല് ആരുടെ മേൽ വീഴുന്നുവോ അവർ തകർന്നു പോകും. പ്രിയരെ, ഇത് പ്രവചന നിവൃത്തിയിലേക്ക് നീങ്ങുവാൻ പോകുക. ഇന്ന് രാത്രിയിൽ ആ കർത്താവിൽ അടിയുറച്ച് വിശ്വസിപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഞാൻ ആ ഭാഗം അവിടെ നിർത്തുക. മനുഷ്യൻ തള്ളിയ കല്ല്, തള്ളപ്പെട്ട അവസ്ഥ, പക്ഷേ ആ കല്ലിനെ മാന്യമാക്കി മാറ്റി. 2-ാമത്തെ ചിന്ത എന്താണ്? ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്, ആമേൻ, chosen and precious, ആമേൻ, ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ കല്ലാക്കി മാറ്റി. സ്തോത്രം. മനുഷ്യർ തള്ളിയെങ്കിലും നമ്മുടെ കർത്താവിനെ, ആമേൻ, ശ്രേഷ്ഠവും
മാന്യമായ കല്ല് ആക്കി ദൈവം തീർത്തു. ആമീൻ. അവനിൽ വിശ്വസിക്കുന്നവർക്ക് എന്തുണ്ട്? ആ മാന്യതയുണ്ട്. ആ മാന്യത ഞാൻ ഓടിച്ചു പറയുക ഭാഗം. സ്തോത്രം. എന്താണ് ഈ മാന്യതയൊക്കെ? നമ്മുടെ കർത്താവിനെ ഒന്ന് നോക്കിക്കേ. തള്ളപ്പെട്ട കല്ലാകാൻ പോവുകയാ. ശിഷ്യന്മാരുടെ കൂടെ എവിടൊക്കെ പോകുന്നുണ്ടോ അന്നേരം എല്ലാം നമ്മുടെ കർത്താവ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്. മനുഷ്യപുത്രന് നന്നായിട്ട് അറിയാം ഇനി എന്തുവാ നടക്കാൻ പോകുന്നതെന്ന്. എന്തും മാന്യമായ കല്ലായി കല്ല്. ഹല്ലേലൂയ. എന്താ അതിന് കാരണം? ഒത്തിരി മാന്യത പറവാനുണ്ട്. അവനിൽ വിശ്വസിക്കുന്നവർക്കൊരു മാന്യതയുണ്ട്. അവർക്ക് ലഭിക്കുവാൻ പോകുന്ന പദവികളെ കുറിച്ച് സമയമുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. എന്താണ് ആ മാന്യത? ഒന്ന് നോക്കിക്കേ. സ്തോത്രം. അവന്റെ പ്രത്യേകത, അവനെ പിടിക്കുവാൻ പോകുക. അവൻ ഗത്സമനയിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുക. കേട്ടോ? സ്തോത്രം. പ്രാർത്ഥിക്കാൻ പോകുന്ന നമ്മുടെ കർത്താവ്, പിടിക്കപ്പെടുവാൻ പോകുന്ന കർത്താവ്. സ്തോത്രം. എന്താ ചെയ്തെന്നറിയാമോ? സ്തോത്രം പാടി ആമീൻ ഒലിവുമലയിലേക്ക് പോയി. എന്റെ കൂടെ ഉണ്ടോ? രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിതനാകാൻ പോകുക. സ്തോത്രം. എല്ലാ കാര്യങ്ങളും ഒരുക്കപ്പെടുവാൻ പോകുകയാണ്. യൂദയ്ക്ക് കൊടുക്കേണ്ട പണമെല്ലാം കൈമാറി. സ്തോത്രം. പട്ടാളം റെഡിയായി നിൽക്കുകയാ. ആമീൻ. പുരോഹിതന്മാരുടെ സേവകർ തയ്യാറായി നിൽക്കുകയാ. രാത്രിയിൽ കൊണ്ടുവരേണ്ട പന്തങ്ങളെല്ലാം റെഡിയായിരിക്കുക. യേശു അതെല്ലാം മുൻപിൽ കണ്ടുകൊണ്ട് ആമീൻ കർത്തൃമേശ സ്ഥാപിച്ച ശേഷം ആമീൻ ഒരു സ്തോത്രഗീതം പാടി ഒലിവുമലയിലേക്ക് പോയെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? ആമീൻ. കഷ്ടങ്ങളിലും ആമീൻ. ഹല്ലേലൂയ. കഷ്ടതയിലും പാടുവാൻ, ഹല്ലേലൂയ. ചേർന്ന് പാടാം. കഷ്ടമതിൽ കൊണ്ടാടുവാൻ, കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ, എന്താ മാന്യത? കഷ്ടതയിലും പാടുവാൻ. സ്തോത്രം. അവനിൽ വിശ്വസിക്കുന്നവർക്കൊരു മാന്യതയുണ്ട്. ഹല്ലേലൂയ. എൻ്റെ പ്രസംഗം വേറെ ശൈലിയാ കേട്ടോ. നാളെ നിങ്ങൾ പ്രൊമോഷൻ കിട്ടുമെന്നും ശമ്പളം കിട്ടുമെന്നും ഞാൻ പറയത്തില്ല. അത് കേട്ടോണ്ട് ആരും ആത്മാവില്ല. അതൊക്കെയാ ചിലർക്ക് ഈ കാലത്തെ ഈ വലിയ പ്രശ്നമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നവർ വളരെ ചുരുക്കം. സെബാസ്റ്റ്യൻ ബ്രദറിനൊക്കെ അറിയാം. ഹല്ലേലൂയ. ദുരുപദേശങ്ങളും നൂതന ഉപദേശങ്ങളോട് കൂട്ടിക്കലർത്തി ഏതാന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാ. ദുരുപദേശങ്ങളുടെ കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ആ ദുരുപദേശങ്ങളെക്കാൾ തീവ്രമാണ് നൂതന ഉപദേശങ്ങൾ, നവീന ഉപദേശങ്ങൾ. നവീന ഉപദേശങ്ങളോട് ചേർത്ത് തട്ടിവിടുകയാ. സ്തോത്രം. എന്തിനാ പതറുന്നത്? നമ്മൾ ആരെയാ വിശ്വസിക്കുന്നത്? ഒന്ന് പറഞ്ഞേ. ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന് എനിക്കറിയാം. നെഞ്ചത്തോടൊന്ന് കൈവച്ച് പറ. ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ എനിക്ക് തന്നിരിക്കുന്ന ഉപനിധി. ചിലർ പറയും യേശു ആ ഉപനിധി എന്ന്. അതല്ല അതിൻ്റെ അർത്ഥം. ഈ അത്ര എന്തെല്ലാമാ പറയുന്നതെന്നറിയാം. ചിലർ പ്രസംഗിക്കുക യേശു അല്ല ഉപനിധി, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉപനിധിയാ. അത് അവസാനത്തോളം സ്തോത്രം കാക്കുവാൻ ശക്തനായ ദൈവമാ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഞാൻ ഈ സെബാസ്റ്റ്യൻ ബ്രദറിനൊക്കെ അറിയാം. ഇത് 5-ാം മാസമാണ്. ഇത് 5-ാമത്തെ യാത്രയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചല്ലോ, ബാംഗ്ലൂരിൽ നിന്ന് 7 മണിക്കൂർ ബന്ധുപ്പൂർ വനത്തിൽ നിന്ന് ആമീൻ പോയി. രാത്രി സന്ധ്യാസമയത്ത് പോയപ്പോൾ ആനക്കൂട്ടമൊക്കെ റോഡ് സൈഡിൽ നിൽക്കുക. കൊമ്പനെ ഒന്നും കണ്ടില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. പിടിയാനെ ആയതുകൊണ്ട് കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് അങ്ങ് പോയി. തിരിച്ചു പോയപ്പോഴും കണ്ടു. തിരിച്ചു 7 മണിക്കൂർ. ഞങ്ങൾക്ക് അവിടെ ഇരിക്കല്ലോ. ഞാനും കർത്താവിൽ പ്രസിദ്ധനായ അബുദാബിയിലെ ദാനിയേൽ വില്യംസൂടെ ഞങ്ങൾ ഫെബ്രുവരി അവസാനം ആസാമിൽ പോയി. ആസാം, പശ്ചിമബംഗാൾ, ത്രിപുര, മേഘാലയ, മിസോറാം, മണിപ്പൂർ, സിക്കിം, നാഗാലാൻഡ്, ഈ 9 സംസ്ഥാനങ്ങളുടെ ചുമതല ഞങ്ങൾക്ക് തന്നിരിക്കുക. കാരണം പൈസ ഇറക്കുമോ എന്ന് ചിന്തിച്ചായിരിക്കും മാനേജിംഗ് കൗൺസിൽ ചെയ്തത്. പൈസ ഒന്നും ഇറക്കാനില്ല, ഇപ്പം വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ 2 ആഴ്ച അവിടെ ആയിരുന്നു. ഏതെല്ലാം ട്രൈബ്, എന്തെല്ലാം പ്രശ്നങ്ങൾ, അതിൻ്റെ മധ്യത്തിൽ ദൈവം ഞങ്ങളെ നിലനിർത്തി. അത് കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ച മലബാറിലെ കൺവെൻഷന് വന്നു. ഇന്ന് ഇതിന് വന്നു. അടുത്ത ദിവസം വീണ്ടും തിരിച്ചു പോവും. ഹല്ലേലൂയ. എന്തിനാ ഭാരപ്പെടുന്നത്? ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഇപ്പം പ്രാർത്ഥനാധ്വനി കൺവെൻഷന് വന്നത് തന്നെ 3 വട്ടം യാത്ര ചെയ്യേണ്ടതിൻ്റെ പൈസ കൊടുത്തിട്ടാ വന്നേ. അല്ലാത്തപ്പോൾ 50,000 രൂപ ഉണ്ടെങ്കിൽ വന്നിട്ട് പോകാം. ഇന്ന് 1.25 ലക്ഷമായി. എന്തിനാ? പ്രസംഗിക്കാൻ കൊതിയുണ്ടായിട്ടല്ല, ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്നലെ രാത്രി 12 മണിക്ക് വന്നു. ഇനി നാളെ മെഴുവിലി ചർച്ചിലെ പ്രസംഗം തന്നിരിക്കുക. ചൊവ്വാഴ്ച മാനേജിംഗ് കൗൺസിലുണ്ട്, ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുക. റോയ് പാഷ പറഞ്ഞു. ബുധനാഴ്ച ഞങ്ങളുടെ സെൻറ്ററിൻ്റെ, ചെങ്ങന്നൂർ സെൻറ്ററിൻ്റെ പാസ്റ്റേഴ്സ് മീറ്റിംഗാണ്. എന്തിനാ ഇതൊക്കെ വരുന്നത്? ഒരു ദിവസമെങ്കിലും കിട്ടുന്നെങ്കിൽ കർത്താവിന് വേണ്ടി നിൽക്കണം, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം. പ്രിയരെ, അവനിൽ വിശ്വസിക്കുന്നവർക്കൊരു മാന്യതയുണ്ട്. കാൽവറിയിൽ നടക്കുവാൻ പോകുന്ന സംഭവങ്ങളെ നോക്കിയിട്ട് ശിഷ്യന്മാരോട് ചേർന്ന് സ്തോത്രഗാനം പാടിയെന്ന് എത്ര പേർക്ക് പാടുവാൻ സാധിക്കും? യേശുവെ പോലെ ആകുവാനെന്ന് പാടിയാ പോരാ, അത് പ്രാവർത്തികമാക്കണം. എന്റെ താഴ്ചയിലും ഉയർച്ചയിലും, എന്റെ സന്താപത്തിലും സങ്കടത്തിലും, എന്റെ സന്തോഷത്തിലും അതുല്യാങ്കുകയിൽ ഇരുന്ന് പാടിയ ദാവീദിനെ പോലെ പറയണം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. സ്തോത്രം. ഒരു മാന്യതയുണ്ട് അവനിൽ വിശ്വസിക്കുന്നവർക്ക്. എന്താ മാന്യത? സ്തോത്രം പാടുവാൻ തയ്യാറാകണം. കഷ്ടത മുൻപിൽ കണ്ടപ്പോഴും സ്തോത്രഗാനം പാടി ശിഷ്യന്മാരുമായി ചേർന്ന് ഒലിവുമലയ്ക്ക് പോയി. ഞാൻ ഓടിച്ചു പോകുകയാ. എന്താ ഇത്ര ശ്രേഷ്ഠമായ ഈ കല്ലിൻ്റെ പ്രത്യേകത? സ്തോത്രം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പാൻ, വാക്യമെല്ലാം എടുത്ത് ഞാൻ വായിക്കുന്നില്ല, പറഞ്ഞു പോകുക. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിക്കാൻ ഉപദേശിച്ച കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ സാധിക്കും? അതാ രണ്ടാമത്തെ ചിന്ത. ഒന്ന്, സ്തോത്രഗാനം പാടി അവൻ പോയി. എന്തു മാന്യതയാ! ഹല്ലേലൂയ. ശ്രേഷ്ഠവും മാന്യമായ കല്ല്, തകർക്കപ്പെട്ട കല്ല്, ടെസ്റ്റഡ് സ്റ്റോൺ. സ്തോത്രം. ഇതാണ് ഈ കല്ലിന്റെ പ്രത്യേകത. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ ഉപദേശിക്കുക. പ്രാർത്ഥിരേ, പ്രാർത്ഥിരേ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിരേ. പ്രതിസന്ധികളുടെ മുൻപാകെ കഷ്ടങ്ങൾ അനുഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പാൻ, മറ്റുള്ളവരെ പ്രേരിപ്പാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി തന്നിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഒരു നിമിഷം ചിന്തിക്കണം. അതോ എന്തെങ്കിലും നിസ്സാരമായ ഭാരങ്ങൾ വരുമ്പോൾ ഞാൻ തകർന്നു, ഞാൻ ശൂന്യമായി, ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ്
പിശാചിന് ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മാന്യമായ കല്ല. ശിഷ്യന്മാരെ ഉപദേശിച്ചിട്ട് പ്രാർത്ഥിക്കാതിരുന്നില്ല. ഒന്ന് ശ്രദ്ധിച്ചേ, ഒരു കല്ലോളം ദൂരത്ത് പോയിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എന്ത് മാന്യമായ കല്ല, എന്ത് മാന്യമായ കല്ല്. സ്തോത്രം. അത് തന്നെയോ പത്രോസേ, നീ പ്രാർത്ഥീരേ, ഉണർന്നിരുന്ന് പ്രാർത്ഥീരേ. ഒരു വലിയ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി. രൂപാന്തരപ്പെട്ട, നമ്മൾ മറുരൂപ മല എന്നൊക്കെ പറയും. തിരിച്ചു വന്നപ്പോഴും ഉറക്കം കയറിയിരിക്കുക. ഗത്സമനയിലും കൊണ്ടുപോയി. ഉറക്കമാ. സാത്താനേന്ന് വരെ വിളിച്ചു. സ്തോത്രം. സാത്താനേന്ന്. ആരെല്ലാം നിന്നെ വിട്ടുപോയാലും ഞാൻ വിട്ടുപോകുകയില്ല, ഞാൻ പോകത്തില്ലെന്ന് ഉറക്ക വിളംബരം ചെയ്തു. കർത്താവ് പറഞ്ഞു, കോഴി ഒരു വട്ടം കൂകുന്നതിന് മുമ്പ് നീ എന്നെ 3 വട്ടം തള്ളിപ്പറയും. ശ്രദ്ധിക്കണേ ഞാൻ പറയുന്ന ഭാഗം. എന്നിട്ടും കർത്താവ് വിട്ടില്ല. യേശുവിനെ കണ്ടപ്പോൾ, നഗ്നനെന്ന് തോന്നിയപ്പോൾ അവൻ കടലിലെടുത്ത് ചാടി. സ്തോത്രം. ഉറങ്ങിയതും പോരാ, കോഴി കൂകുന്നതിന് മുമ്പ് 3 വട്ടം തള്ളിപ്പറഞ്ഞതും പോരാ, സാത്താനെന്ന് പേര് വിളിച്ച് അത് കേട്ടതും പോരാ. യേശുവിനെ കണ്ടപ്പോൾ കടലിലെടുത്ത് ചാടിയവനെ നോക്കി വിളിക്കുക, നീങ്ങുവാ. സ്തോത്രം. യോഹന്നാൻ എൻ്റെ അടുത്ത ശിഷ്യനായിരുന്നെങ്കിലും അപ്പോസ്തലന്മാരുടെ ശ്രേഷ്ഠനായി ഉയർത്തുവാൻ കണ്ടിരിക്കുന്നത് ഞാൻ നിന്നെയാ. ഇങ്ങ് വിളിച്ചു. ഹല്ലേലൂയ. ചോദിക്കുക, എല്ലാറ്റിനേക്കാളും ഇവയെക്കാളും ഒക്കെ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസേ, എത്ര മാന്യമായ കല്ല്. ഹല്ലേലൂയ. വിട്ടുപോയവനെ, ഓടിപ്പോയവനെ, അകലം വിട്ട് നടന്നവനെ, തള്ളിപ്പറഞ്ഞവനെ മാറോട് കരുതുന്ന ശ്രേഷ്ഠമേറിയ കല്ല്. നോട്ടത്തില്, ഭാവത്തില്, ആരാധന മുടക്കുന്നതിൽ, ദൈവത്തിന് കൊടുക്കുന്നതിൽ, ദശാംശം കൊടുക്കാതിരിക്കുന്നതിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തോടൊന്ന് പറയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. നവീന ഉപദേശങ്ങൾ കേറിയിട്ട് രോമാഞ്ചം കൊണ്ടിട്ട് ഇറങ്ങി വരുന്നതല്ല നമ്മുടെ ആത്മാവ്. നവീന ഉപദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ രോമകൂപത്തിന് ചലനമുണ്ടാകും, ശരീരത്തിന് കുളിർമയുണ്ടാകും. അതല്ല ദൈവശക്തിയുടെ വ്യാപാരം. അകത്ത് ക്രിയകൾ നടക്കണം. അകത്ത് ക്രിയകൾ. കർത്താവേ വന്നിട്ടുണ്ട്. 5-ാം മാസം തിരിഞ്ഞു നോക്കുമ്പോൾ 5x4 20 ഞായറാഴ്ചയിൽ ഏതെങ്കിലും ഞായറാഴ്ച മുടക്കിയിട്ടുണ്ടോ? രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചിലരോട് ചോദിക്കുക, എത്ര യോഗങ്ങൾ മുടക്കി നിസ്സാര കാര്യത്തിന്? കർത്താവിനെ നോക്കൂ. ഇത്ര മാന്യമായ കല്ല്. ഹല്ലേലൂയ. ഉപദേശിച്ചത് മാത്രം പോരാ, ഉപദേശിച്ചിട്ട് മാതൃകാപരമായി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. എന്താ ഇത്ര മാന്യത? നഗരത്തെ നോക്കി കരയുക. ഗുരു ഒന്ന് നോക്കിക്കേ, ഇതിന്റെ പണികളൊക്കെ എന്ത് വലുതാ. ഈ ദേവാലയത്തിന്റെ കല്ലൊന്ന് നോക്കിക്കേ, ഈ നഗരത്തെ ഒന്ന് നോക്കിക്കേ. ആമേൻ. സ്തോത്രം. നമ്മുടെ കർത്താവ് ആ നഗരത്തെ നോക്കി കരഞ്ഞു. ഞാനൊരു മർമ്മമാ വിളിച്ചു പറയുന്നത്. മനുഷ്യപുത്രൻ അങ്ങനെ കരയേണ്ട കാര്യമുണ്ടോ? പിതാവ് അവനെ അയച്ച കാര്യം നിവർത്തിച്ചിട്ട് അങ്ങ് പോയാ പോരായോ? ഹല്ലേലൂയ. അവൻ നഗരത്തെ നോക്കി കരയുക, വരുവാൻ പോകുന്ന ശൂന്യത നോക്കി. പ്രിയരെ, ഈ കാലഘട്ടത്തിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കേണ്ട കാര്യമാ. തലമുറകൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കണം, ദൈവസഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കണം. ആത്മീയ ശൂന്യത പല സഭകളിലും നടക്കുകയാണ്. ആത്മീയ ആരാധന വെളിപ്പെടാതിരിക്കുന്ന അവസ്ഥകളാ.
പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരു തലമുറയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ദൈവവചനത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ഗ്രഹിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ദൈവവചനം വായിക്കാത്ത കുടുംബങ്ങൾ, ദൈവവചനം പാരായണം ചെയ്യാത്ത തലമുറകൾ, പ്രാർത്ഥിക്കാത്ത സഹോദരങ്ങൾ, പ്രാർത്ഥിക്കാത്ത സഹോദരിമാർ, ആമേൻ, അംഗസംഖ്യ കൂടിക്കൊണ്ടിരിക്കുക. അതിന്റെ മധ്യത്തിൽ അവരെ നോക്കി കരയുവാൻ ഇന്ന് രാത്രി ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. എത്ര പേർ പ്രാർത്ഥിക്കും? അവൻ നഗരത്തെ നോക്കി കരഞ്ഞു. എത്ര മാന്യമായ കല്ല് കേട്ടോ, എത്ര ശ്രേഷ്ഠമായ കല്ല്. ഞാൻ ഓടിച്ചു പോകുക. അവിടെ കൊണ്ട് നിന്നില്ല. അവനെ പിടിക്കുവാൻ വന്ന ആമീൻ പട്ടാളത്തെ മഹാപുരോഹിതന്റെ ആമീൻ ദാസന്റെ കാതർത്തവൻ താഴെയിട്ടു. പത്രോസ് യേശു കുനിഞ്ഞ് അർത്ഥഭാഗം ഏതോ അതെടുത്ത് ആ സ്ഥാനത്ത് വെച്ച് സൗഖ്യമാക്കി. ഈ പറയുന്ന വചനമൊക്കെ നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? എന്തു മാന്യമായ കല്ലായി കല്ല്. അവനങ്ങ് വിചാരിച്ചാ പോരായോ, ഞാനോ മരിക്കാൻ പോകുക, എന്തിനാ ഇവനെ സൗഖ്യമാക്കുന്നത്? നമ്മുടെ കർത്താവ് അങ്ങനെ ചെയ്തില്ല. ദാസന്റെ ചെവി അറുത്ത് താഴെ വീണെങ്കിൽ പത്രോസിനെ ഉപദേശിച്ചിട്ട് വാളുറയിലിടുക എന്ന് പറഞ്ഞിട്ട് ആ ഭാഗമെടുത്ത് അവനെ തൊട്ട് സൗഖ്യമാക്കി. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം വായിക്കണ്ട, 5-ാം വാക്യത്തിൽ പറയാ, ക്രിസ്തേശുവിന്റെ ഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ. എന്താ ഭാവം? ഇത്ര വിലേറിയ കല്ല്, ഇത്ര വിലേറിയ കല്ല്. അവിടെ കൊണ്ട് നിന്നില്ല. സ്തോത്രം. യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ വന്ന യൂദയെ നോക്കി സ്നേഹിത എന്ന് വിളിക്കുവാനുള്ള മനോഭാവം. ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, സഹോദരങ്ങളെ, പിതാക്കന്മാരെ, ഞാൻ ചോദിക്കട്ടെ, മൈ ഡിയർ ഫ്രണ്ട് എന്ന് വിളിക്കുവാനുള്ള മനോഭാവം, യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ, ചുംബിക്കുവാൻ കടന്നു വന്ന ആമീൻ യൂദയെ നോക്കി, വാക്യമെടുത്ത് വായിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്നേഹിത, സ്നേഹിത, നീ വന്ന കാര്യം എന്തേന്ന് ചോദിക്കുവാനുള്ള മനോഭാവം. വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ചില മനോഭാവങ്ങൾക്ക് വ്യത്യാസം വരുത്തിയിട്ടില്ലെങ്കിൽ യേശുവിനെ നോക്ക്, യേശുവിനെ ശ്രദ്ധിച്ചു നോക്ക്. അവന്റെ ഭാവം നമ്മളിൽ ഉണ്ടാകട്ടെ. ഇത്ര മാന്യമേറിയ കല്ല് വേറെ ഏതുണ്ടോ? അമ്മയപ്പന്മാരെ വഴിയാധാരമാക്കുന്ന തലമുറകൾക്ക് ഒരു ഉദാഹരണമാണ് നമ്മുടെ കർത്താവ്. അടുത്ത മാന്യത ഞാൻ ഓടിച്ചു പറയുക, കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വൃദ്ധരാകുമ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് എങ്ങനെങ്കിലും ജീവിക്കാമെന്ന് വിചാരിക്കുന്ന അനവധി മാതാപിതാക്കൾ വഴിതാരമായിട്ടുണ്ട്. സ്തോത്രം. അതിന് കർത്താവ് കാണിച്ച മാതൃക നമുക്കറിയാം. കർത്താവ് ദൈവപുത്രനാ. കർത്താവിന് നന്നായിട്ട് അറിയാം മറിയിൽ കൂടി ജനിച്ച മറ്റു മക്കൾ ഇവളുടെ കാര്യം നോക്കത്തില്ലെന്ന്. അങ്ങനെ ആയിരുന്നെങ്കിൽ യേശുവിന് അത് പറയേണ്ട കാര്യമില്ല. ഇരുകരങ്ങളും കാൽവറിയിൽ കുരിശിന്മേൽ വെച്ച് കിടന്ന് മുൾക്കിരീടം തലയിൽ ആണികളേറ്റവനായി രക്തം ധാരിധാരിയായി ഒഴുകുമ്പോഴും നോക്കിക്കൊണ്ട് പറയുക, യോഹന്നാനെ, ഇതാ ഇതാ എന്ന് പറഞ്ഞേ, ഇതാ നിന്റെ അമ്മ. ആർക്കുണ്ട് ഈ ഭാവം? ഇത്ര മാന്യമായ കല്ല്, ഇത്ര മാന്യമായ കല്ല്. മറിയെ നോക്കിയിട്ട് പറയുക, അതാ നിന്റെ മകൻ. അന്നു മുതൽ ആ ശിഷ്യൻ മറിയെ അവൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. പ്രിയരെ, കർത്താവിൻ്റെ മാതൃക നമുക്കുണ്ടാകട്ടെ. അടുത്ത പ്രത്യേകത, എന്തു മാന്യമായ കല്ല്. അല്പനിമിഷങ്ങൾ മുമ്പ് വരെ പരിഹസിച്ചവനെ നോക്കി ഹല്ലേലൂയ പരിഹാരം കണ്ടെത്തിയ കർത്താവ്.
ഹല്ലേലൂയ. ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതിയായിരുന്നു, നീ അല്പനുമ്പം വരെ എന്നെ കളിയാക്കിയവനല്ലേ. കളിയാക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുവനെ നോക്കി ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്ന് പറഞ്ഞ നമ്മുടെ കർത്താവ്. എത്ര പേർക്ക് മനോഭാവമുണ്ട്. എന്ത് മാന്യമായ കല്ല്, എന്ത് മാന്യമായ കല്ല്. ഇവനിൽ വിശ്വസിക്കുന്നവൻ ഒരു മാന്യതയുണ്ട്. ആ ദുഷ്ടനായ മനുഷ്യനെ നോക്കി പറയുക, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ജീവനുള്ള കല്ല് മാത്രമല്ല, ഇവൻ മാന്യമായൊരു കല്ലൂടാ. ഹല്ലേലൂയ. പറുദീസയിൽ ഇന്ന് നീ എന്നോടുകൂടി ഇരിക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ മാന്യത നമുക്കും ഉണ്ടാകട്ടെ. അവിടെ കൊണ്ട് നിന്നില്ല കേട്ടോ. സ്തോത്രം. ആണികൾ കയ്യിലാഞ്ഞടിക്കുന്നവരെ നോക്കി പറയുക, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഞാൻ ആ ഭാഗത്തിന് വിരാമം പെടുകയാണ്. എത്ര പേർക്ക് ആ മാന്യത കീപ്പ് ചെയ്യുവാൻ പറ്റും? മാന്യമായ സ്വഭാവം വെളിപ്പെടുത്തിയ നമ്മുടെ കർത്താവ്, ആ ഭാവം നമ്മളിൽ ഉണ്ടാകട്ടെ. ഞാൻ എന്നോട് പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഞാൻ ഇരിക്കും. ഇവൻ്റെ അടുത്ത് വന്നേലേ വല്ല പണി നടക്കത്തുള്ളൂ. എന്തോ നമ്മൾ വായിച്ചത്, രണ്ടാമത്തെ ഭാഗം ഞാൻ അവോയ്ഡ് ചെയ്യുക. ആദ്യത്തെ 2 ഭാഗം മാത്രം. 1, സ്തോത്രം, അവൻ എന്താണ്? തിരസ്കരിക്കപ്പെട്ട കല്ലാണ്. 2, മാന്യമായ കല്ലാണ്. ഈ കല്ലിൻ്റെ അരികിൽ വന്നാലേ പണി നടക്കത്തുള്ളൂ. ഇവൻ്റെ അടുത്ത് വന്നാലേ വല്ലതും കിട്ടത്തുള്ളെന്ന് ഒത്തിരി പേര് പണിത് കേട്ടോ. ദൈവോന്നത്തെ നോക്കിയ ഒത്തിരി പണികളുണ്ട്. ആദ്യമേ ഒരു കൂട്ടർ വന്ന് പറഞ്ഞു, ഞങ്ങൾ പണിയാൻ പോവാ, ഞങ്ങൾക്ക് എന്ത് വേണം? ബാക്കി പറഞ്ഞ് പേരുണ്ടാക്കണം. സ്വർഗത്തിൽ നിന്ന് ത്രിയേക ദൈവം നോക്കിയപ്പം നിമ്രോദിൻ്റെ നേതൃത്വത്തിൽ വലിയ പണി നടക്കുകയാണ്. എല്ലാവരും ഇറങ്ങി വന്നു. എന്ത് സംഭവിച്ചു? ഭാഷ കലക്കിക്കളഞ്ഞു. ഹല്ലേലൂയ. ദൈവം പറയാതെ ആര് പണിതാലും അത് സക്സസ് ആകത്തില്ല. ഹല്ലേലൂയ. ദൈവം പറയാതാണ് ഉൽപ്പത്തി 11-ാം അധ്യായത്തിലെ പണികൾ നടന്നത്. ബാബേൽ ഗോപുരം. പക്ഷേ സ്വർഗം ഇറങ്ങി വന്നു, പണി ഇല്ലാതാക്കി. സ്തോത്രം. അതൊരു പണിയാ. പേരുണ്ടാക്കാൻ പണിയുന്നവരുണ്ട്. അതൊന്നും ശാശ്വതമല്ല. രണ്ടാമത്തെ പണി, സ്തോത്രം, രണ്ടാമത്തെ പണി ദൈവം കോരശിനോട് പറഞ്ഞു പറയാൻ. കോരശ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, പുറപ്പെടട്ടെ. എവിടേക്ക്? ഇസ്രായേലിലേക്ക്. എന്തിനാണെന്നറിയാമോ? ഇടിഞ്ഞു കിടക്കുന്ന മതിലുകൾ, തീ വെച്ചും ചുറ്റും കിടക്കുന്ന വാതിലുകൾ, നശിച്ചു കിടക്കുന്ന യെരൂശലേം ദേവാലയം പുതുക്കി പണിയാൻ താല്പര്യമുള്ളവർ പുറപ്പെടട്ടെ. രണ്ടാമത്തെ പണിയാ. ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു. ശ്രദ്ധിക്കണമേ, ദൈവം പറഞ്ഞു. തടസ്സം നേരിട്ടല്ലേ? ഹലോ, ഈ കൊച്ചുകുട്ടികളെ പോലെ ഒരു സഹോദരി പോകുമ്പം എല്ലാവരും അങ്ങോട്ട് നോക്കുന്നേ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു പണിയാൻ. ആര് തടസ്സപ്പെടുത്തി? മനുഷ്യൻ തടസ്സപ്പെടുത്തി. ഒന്നാമത്തെ പണി എന്താ? ദൈവം പറയാതെ മനുഷ്യൻ പണിതു, ദൈവം തടസ്സപ്പെടുത്തി. ഞാൻ ആ ചിന്തയിലേക്കൊന്നും ഒത്തിരി പോകുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. 2, ദൈവം പറഞ്ഞു, മനുഷ്യൻ തടസ്സപ്പെടുത്തി. പക്ഷേ ദൈവം പറഞ്ഞതുകൊണ്ട് ദൈവം തക്ക സമയത്ത് അത് നിവർത്തിച്ചു കൊടുത്തു. അതിന് പ്രാർത്ഥന ആവശ്യമാണ്. ഹല്ലേലൂയ. യെരൂശലേമിൽ ഇടിഞ്ഞു കിടക്കുന്ന മതിലും, യെരൂശലേമിൽ തീ വെച്ചും ചുട്ടും കിടക്കുന്ന വാതിലുകളും പുനഃസ്ഥാപിക്കപ്പെടണമെങ്കിൽ ബാബേലിൽ ഒരുവൻ മുട്ടുമടക്കണമായിരുന്നു. സ്തോത്രം. പ്രാർത്ഥനാധ്വനിയുടെ പ്രാർത്ഥനയൊന്നും അസ്ഥാനത്തല്ല കേട്ടോ. സ്തോത്രം. ഗുജറാത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും കേരളത്തിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനൊക്കെ ദൈവം മറുപടി നൽകും. നെഗമ്യാവ് ഇരുന്ന് പ്രാർത്ഥിച്ചതിന്റെ മറുപടിയാണ് യെരൂശലേമിന്റെ മതിലുകൾ പണിയുവാനിടയായത്.
സെരുബാബേലിന്റെ നേതൃത്വത്തിൽ ദേവാലയം പണിയുവാൻ പുറപ്പെട്ടു. സൻബല്ലത്തും തോബിയാവും ഒക്കെ മതിലിന് തടസ്സപ്പെടുത്തിയതുപോലെ ഒത്തിരി പേര് തടസ്സപ്പെടുത്തി. പണികളങ്ങ് മുടങ്ങി. ശ്രദ്ധിക്കണമേ, അടുത്തത് ഇങ്ങനെ ഇരുന്നപ്പം എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? സക്കറിയ പ്രവാചകൻ നോക്കിയപ്പം പൊന്നിറമായ എണ്ണ ഒഴുകി വരുന്ന 2 ഒലിവ് വൃക്ഷങ്ങൾ. എന്താ മുടങ്ങിക്കിടക്കുന്നത്? ഹലോ, എന്തോ മുടങ്ങിക്കിടക്കുന്നത്? ദേവാലയത്തിന്റെ പണി മുടങ്ങിക്കിടക്കുക. അങ്ങനെ ഇരുന്നപ്പോൾ ശക്തമായ ഭാഷയിൽ ഹക്കായി പ്രവാചകനും സക്കറിയ പ്രവാചകനും പ്രവചിച്ചു. സക്കറിയ പ്രവാചകൻ നോക്കിയപ്പോൾ, വായിക്കേണ്ട വാക്യം, സക്കറിയ പ്രവാചകൻ ആ 2 ഒലിവ് മരങ്ങളുടെ ശിഖരത്തിൽ നിന്നും പുറപ്പെട്ടു വരുന്ന പൊന്നിറമായ എണ്ണ. സക്കറിയാവേ, നിനക്ക് മനസ്സിലായില്ലേ എന്താണെന്ന്? ആരാണെന്നറിയാമോ? 2 ഒലിവ് വൃക്ഷങ്ങൾ സർവലോകത്തിന്റെയും മുൻപാകെ, ദൈവത്തിന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കുന്ന 2 അഭിഷക്തർ, സക്കറിയാവും മഹാപുരോഹിതനായ യോശുവായും. അവരിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുക. എന്തിനാണെന്നറിയാമോ? ആലയം പണിയുടെ തടസ്സം മാറാൻ. അത് സക്കറിയ പ്രവാചകൻ നോക്കിയപ്പോൾ പൊന്നിറമാകുന്ന എണ്ണ ഒലിവിൽ നിന്ന് ഒഴുകി വരുന്നു. ഇടിവിൽ നിൽക്കുന്നൊന്നും വെറുതെ അല്ല കേട്ടോ, കരയുന്നൊന്നും വെറുതെ അല്ല. മാന്യമായ ഒരു സ്ഥാനം നമുക്കുണ്ട്. വിശ്വസിക്കുന്നവർക്കൊരു മാന്യതയുണ്ട്. അത് മാന്യമായ ഒരു കല്ലിലാണ് നമ്മുടെ ആശ്രയം വെച്ചിരിക്കുന്നത്. ഈ കല്ലിനൊരു പ്രത്യേകതയുണ്ട്. ഈ കല്ല് വളർത്തുന്ന കല്ല, ഈ കല്ല് ചലനം നൽകുന്ന കല്ല, ഈ കല്ല് ജീവിപ്പിക്കുന്ന കല്ല, ഈ കല്ലിന്റെ അരികിൽ വരുന്നവർക്ക് അവൻ അനുഗ്രഹം നൽകുന്ന കല്ല. പൊന്നിറമാകുന്ന എണ്ണ പുറപ്പെടുന്ന 2 വൃക്ഷങ്ങൾ ദൈവം പറഞ്ഞു പണിയാൻ. മനുഷ്യൻ തടസ്സപ്പെടുത്തി. പക്ഷെ സമയമായപ്പോൾ എല്ലാറ്റിൻ്റെയും പണി പൂർത്തീകരിച്ചു. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്നത് വെറുതെ അല്ല കേട്ടോ, ഇടിവിൽ നിന്ന് കരയുന്നത് വെറുതെ അല്ല. അപ്പൊ ആദ്യമേ ദൈവം പറയാതെ പണിതു, ദൈവം ഇറങ്ങി വന്ന് പണി നിർത്തിച്ചു. 2, ദൈവം പറഞ്ഞു, മനുഷ്യൻ മടക്കി, ദൈവം അത് നിവർത്തിച്ചു കൊടുത്തു. ദൈവം പറഞ്ഞു, മതി, ഇനി ആരും പണിയണ്ട, ഞാൻ തന്നെ പണിതോളാം. അതാ പുതിയ നിയമത്തിന്റെ പ്രത്യേകത. മനുഷ്യ നീ പണിയണ്ട, നീ പേരെടുക്കാനും പണിയണ്ട, മനുഷ്യൻ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പണിയും ചെയ്യണ്ട, ഞാൻ പണിതോളാം. എന്താ ഇതിന്റെ പ്രത്യേകത? സ്തോത്രം, ഞാൻ എൻ്റെ സഭയെ പണിയും. ഭയമായ ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. കാരണം എന്താണ്? ജീവനുള്ള കല്ലാകുന്ന മാന്യമായ കല്ല് മൂലക്കല്ലായി മാറി. ആ കല്ലിനോട് ചേർന്ന് പണിയുക. അവിടെ എഴുതിയിരിക്കുന്നത് അവന്റെ അടുക്കൽ വന്നിട്ട്. അപ്പൊ അടുക്കൽ വരുന്നവർക്കാണ് അനുഗ്രഹം, ദൂരമേ ഉള്ളവർക്കല്ല അനുഗ്രഹം. ആ വാക്യങ്ങളിലേക്ക് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ചിന്ത അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അടുത്ത് വരുന്നവർക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഉണ്ടെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്തുവാൻ താല്പര്യപ്പെടുകയാണ്. ഒന്നാമത്തെ അനുഗ്രഹം പ്രോമിസ് ഓഫ് എറ്റേണൽ ലൈഫ്. ശ്രദ്ധിക്കുക, നമ്മൾ എങ്ങനെ വാക്യം വായിച്ച്? അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും പണിയപ്പെടണം. അപ്പൊ അടുക്കൽ വരുന്നവർക്ക് ചില അനുഗ്രഹങ്ങളുണ്ട്. അടുക്കൽ വരുന്നവർക്ക് നൽകിയിരിക്കുന്ന പ്രോമിസുകളാ ദൈവവചനത്തിൽ കാണുന്നത്. വാക്യങ്ങൾ പറഞ്ഞ് ഞാൻ പോകുക. സ്തോത്രം. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിലാ. എല്ലാം എടുത്ത് വായിക്കുവാൻ സമയമില്ല. ഇതാണ് അവൻ തരുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം. എന്താ? നിത്യജീവൻ. എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടല്ലോ. സമയത്തിനെ നിർത്തും, ആരും പേടിക്കണ്ട കേട്ടോ. എനിക്കിനി അങ്ങ് ആറന്മുള വരെ പോകണം, പേടിക്കണ്ട. സ്തോത്രം. നിത്യജീവൻ മറക്കരുതേ. ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ പണിയപ്പെടണം. അപ്പൊ അടുത്ത് വരുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ. അപ്പൊ അടുത്ത് പോയാലേ പണി നടക്കത്തുള്ളൂ. ദൂരത്ത് നിന്ന് കാണാനുള്ളതല്ല യേശുവിന്റെ ശക്തി.
അനുഭവിച്ചറിയണം, ആരാധിച്ചറിയണം, രുചിച്ചറിയണം, നോക്കിക്കാണണം, ശ്രദ്ധിച്ചു നോക്കണം, കാൽച്ചുവടുകളെ പിൻപറ്റണം, അവനെ ആരാധിക്കണം. അടുത്ത് വരുന്നവർക്ക് എന്തുണ്ട്? എറ്റേണൽ ലൈഫ്. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും യേശുവിനെ സ്വീകരിപ്പാൻ തയ്യാറാണെങ്കിൽ അവൻ്റെ അടുത്തേക്കൊന്ന് വരൂ. അവൻ എന്ത് തരുമെന്നറിയാമോ? നിത്യജീവൻ. നിത്യജീവൻ ഒന്നാമത്തെ പ്രോമിസ. അടുത്തു വരുന്നവർക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹം പ്രോമിസ്, ദ പ്രോമിസ് ഓഫ് എറ്റേണൽ ലൈഫ്. സ്തോത്രം. നമ്പർ 2, ദ പ്രോമിസ് ഓഫ് പാരഡൈസ്. രണ്ടാമത്തെ പ്രോമിസാണ് പ്രോമിസ് ഓഫ് പാരഡൈസ്. പർദീസായിൽ ലഭിക്കുവാൻ പോകുന്ന അവകാശം. അത് നമ്മൾ മുമ്പേ കണ്ടു. ആമീൻ. ദുഷ്ടപ്രവർത്തിക്കാരനോട് പറയുക, ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിലിരിക്കും. ഇന്ന് രാത്രിയിൽ നിത്യജീവൻ അവകാശിയായി തീരുക എന്ന് പറഞ്ഞാൽ പർദീസായിലുള്ള അവകാശം തരികയാ. ആമീൻ. അതാണ് രണ്ടാമത്തെ വാഗ്ദാനം, പ്രോമിസ് ഓഫ് ആമീൻ സ്തോത്രം പാരഡൈസ്. നിത്യജീവൻ ലഭിച്ചവർക്ക്, പർദീസായിൽ അവകാശം ലഭിച്ചവർക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ വാഗ്ദാനമാണ് കർത്താവിൻ്റെ അരികിൽ വരുന്നത്. എന്താണെന്നറിയാമോ? പ്രോമിസ് ഓഫ് റെസ്റ്റ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. മത്തായി 11:28. ആശ്വാസത്തിൻ്റെ വാക്കുകൾ, ആശ്വാസത്തിൻ്റെ വാക്കുകൾ. അതൊക്കെ വിശദീകരിക്കണമെന്ന് താല്പര്യമുണ്ട്. സ്ത്രീയെ, നീ കരയുന്നത് എന്തിന്? കരയുന്ന കല്ലറയ്ക്കലിരുന്ന് കരയുന്ന മറിയോട് ചോദിക്കുക, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? എൻ്റെ അടുത്ത് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അടുത്തു വരുന്നവർക്ക് നിത്യജീവൻ, അടുത്തു വരുന്നവർക്ക് പർദീസായിലെ അവകാശം, അടുത്തു വരുന്നവർക്ക് ആശ്വാസം, പ്രോമിസ് ഓഫ് റെസ്റ്റ്. 4 യോഹന്നാൻ 14:27. യോഹന്നാൻ 14:27. ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്ന സമാധാനം, ഇത് ലോകം തരുന്ന സമാധാനമല്ല, അടുത്തു വരുന്നവർക്ക് സമാധാനമുണ്ട്. പ്രോമിസ് ഓഫ് പീസ്. വാക്യം നിങ്ങൾ പോയിരുന്നു വായിക്കണം. ആമേൻ. യോഹന്നാൻ 14:27. തന്നേച്ചു പോയ സമാധാനം. രക്ഷിക്കപ്പെട്ടവന് മാത്രം ലഭിക്കുന്നത് ആ സമാധാനം. വാക്യം വീടിൻ്റെ കട്ടിളയിൽ എഴുതി വെച്ചാൽ കർത്താവിനെ അറിയാതിരിക്കുന്നവർക്കൊന്നും ഈ സമാധാനം കിട്ടത്തില്ല. തന്നേച്ചു പോയ സമാധാനം, പ്രോമിസ് ഓഫ് പീസ്. 5 ഒരു ഉറപ്പ് നമ്മുടെ കർത്താവ് തരുന്നുണ്ട്. ജോൺ 14:18. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എൻ്റെ കൂടെ ഉണ്ട് എല്ലാവരും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവ്. പ്രോമിസ് ഓഫ് അഷുറൻസ്. ഉറപ്പ് തരികയാ കർത്താവ്. പ്രോമിസ് ഓഫ് അഷുറൻസ്. ആമീൻ സ്തോത്രം. എന്താണ് ആ ഉറപ്പിന്റെ പ്രത്യേകത? ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. പത്രോസേ, നീ എന്നെ തള്ളി പറഞ്ഞെങ്കിലും ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും അനാഥരായി ആമീൻ ആയി തീർന്നു എന്ന് തോന്നുന്നുവെങ്കിൽ യേശുവിന്റെ അരികിലേക്ക് അടുത്തു വരികയാ. അവൻ നമുക്ക് ഉറപ്പ് തരും, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. മത്തായി 7:7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. എന്താണെന്നറിയാമോ? പ്രോമിസ് ഓഫ് ആൻസർ ടു അവർ പ്രയർ. സ്തോത്രം. അടുത്ത വാഗ്ദാനം അടുത്തു വരുന്നവർക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുമെന്നുള്ള ഉറപ്പ്. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കപ്പെടും. വിശക്കുന്ന ഒരുവന് പാമ്പിന് ആമീൻ മീനിന് പകരം പാമ്പിനെ നൽകുമോ? മുട്ടയ്ക്ക് പകരം തേളിനെ നൽകുമോ? ആമീൻ അപ്പത്തിന് പകരം കല്ല് നൽകുമോ? നമ്മുടെ അവസ്ഥകളെ അറിഞ്ഞ് നൽകുവാൻ കഴിവുള്ള കർത്താവ് അവന്റെ അരികിൽ അടുത്ത് വരണം. അവന്റെ അരികിൽ അടുത്ത് വരണം. ദൂരത്ത് നിൽക്കാനല്ല, ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും മാറി നടക്കുവാനല്ല. അടുത്തു വരുവീൻ, കം ടു മീ. കർത്താവിന്റെ അരികിലേക്ക് വരണം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആമേൻ സ്തോത്രം ആൻസർ നൽകുന്ന ദൈവമാണ്. അടുത്തത്
അപ്പോസ്തലനായ പൗലോസിനോട് കർത്താവ് പറഞ്ഞ കാര്യം 2 കൊരിന്ത്യർ 12:9, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ കൃപ നിനക്ക് മതി. പ്രിയരെ, ദൈവത്തിൻ്റെ കൃപ നമുക്ക് മതി കേട്ടോ. സ്തോത്രം. 7ാമത്തെ അനുഗ്രഹമാണ് പ്രോമിസ് ഓഫ് ഗ്രേസ്. സ്തോത്രം. ആമേൻ. 2 ചിന്തകളൂടുണ്ട്, അത് പറഞ്ഞു നിർത്തുകയാണ്. 8ാമത്തേത് സ്തോത്രം, പ്രോമിസ് ഓഫ് ന്യൂ ലൈഫ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. കർത്താവിൻ്റെ അരികിൽ വരുന്നവൻ പുതിയ സൃഷ്ടിയായി മാറുകയാണ്. പഴയതെല്ലാം കഴിഞ്ഞു പോയി. നോട്ടത്തിലും ഭാവത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും തട്ടിപ്പിലും എല്ലാം നടക്കാനല്ല. സ്തോത്രം. പണ്ടാരോ പറഞ്ഞതുപോലെ പള്ളി എന്ന് പറയുമ്പം കുടിക്കുന്നവരും 7ാം കൽപ്പന ലംഘിക്കുന്നവരും എല്ലാം കൂടി ചേർന്ന സമൂഹമാ പള്ളി എന്ന് ആരോ പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതല്ല ക്രിസ്തുമാർഗം, അതല്ല ക്രിസ്തുമാർഗം. തട്ടിപ്പും കൊണ്ടൊന്നും നടക്കരുതേ, വേലയും വെളിച്ചിലും കൊണ്ടൊന്നും നടക്കരുതേ. മനഃപൂർവമായി അനുദപിച്ചു മടങ്ങി വരുന്നവനെ സ്വീകരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ദൂരത്തുനിന്ന് വരുന്നത് കണ്ടു കേട്ടോ, പന്നിയുടെ വാളവരെ തിന്നു മടുത്തു. അപ്പോഴാണ് അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് ഓർമ്മ വന്നത്. പക്ഷെ അപ്പൻ ഇങ്ങനെ വാതുക്കെ നിൽക്കുക. ദൂരവേ വന്നപ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്യുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവ സ്നേഹത്തിനായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. പ്രോമിസ് ഓഫ് ന്യൂ ലൈഫ്. 9ാമത്തേത് പ്രോമിസ് ഓഫ് സെക്കൻഡ് കമ്മിങ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? അടുത്ത് വരുന്നവർക്ക് ഒരു പ്രോമിസ് ഉണ്ട്. എന്താണെന്നറിയാമോ? ഇതാ ഞാൻ വേഗം വരുന്നു. വെളിപ്പാട് 22:12-20 അവൻ തന്നെ പറയുക, ഇതാ ഞാൻ വേഗം വരുന്നു. ഷുവർലി ഐ ആം കമ്മിങ് സൂൺ. പ്രോമിസ് ഓഫ് സെക്കൻഡ് കമ്മിങ്. അതായിരിക്കട്ടെ നമ്മുടെ ആശ. ഹല്ലേലൂയ. അവസാനമായി പ്രോമിസ് ഓഫ് പ്രൊട്ടക്ഷൻ. പ്രത്യാശയോടുകൂടി ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി ലഭിക്കുന്ന കൃപയനുസരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതന് ലഭിക്കുന്ന അടുത്ത അനുഗ്രഹമാണ്. കർത്താവിൻ്റെ അരികെ വരുന്നവന് ലഭിക്കുന്ന അടുത്ത അനുഗ്രഹമാണ് യോഹന്നാൻ 10-ാം അധ്യായം അതിൻ്റെ 3, 4, 9. എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളുടെ പേരറിയുന്നു. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുകയാണ്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കണം. ഞാൻ 9 പ്രോമിസുകളെ കുറിച്ച് പറഞ്ഞു, 10 പ്രോമിസുകളെ കുറിച്ച് ഇന്ന് രാത്രിയിൽ പറഞ്ഞു. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് അവൻ്റെ മാന്യതയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ആ ഭാവം നമുക്കുണ്ടാകണം. അവൻ്റെ അടുക്കൽ വരുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞു. നിത്യജീവൻ, പർദീസ, ആശ്വാസം, സമാധാനം, ആമീൻ, ഉറപ്പ്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി, അവൻ്റെ കൃപ, ആമീൻ, പുതിയ സൃഷ്ടി. 2ാമത് അവൻ മടങ്ങി വരും. അതുമാത്രമല്ല, നമ്മുടെ പേരറിയുന്നവനാ. എത്ര പേർ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കും? മരത്തിൽ കിടന്നവനെയും മരത്തിൽ കയറിയവനെയും മരത്തിൻ്റെ ചുവട്ടിലിരുന്നവൻ്റെയും പേരറിഞ്ഞവനാ നമ്മുടെ കർത്താവ്. മരത്തിൽ കിടന്ന കള്ളൻ്റെ മനോഭാവം അറിഞ്ഞ് അവനെ പറുദീസയിൽ എത്തിച്ചു. മരത്തിൻ്റെ മുകളിൽ കയറി യേശുവിനെ കാണാനായി വാഞ്ചിച്ച സക്കായിയെ മരത്തിൽ നിന്ന് വിളിച്ചിറക്കി താഴെ കൊണ്ടുവന്ന് അവൻ്റെ വീട്ടിൽ പാർത്ത് അവന് രക്ഷ വരുത്തി. അവിടെ കൊണ്ട് നിന്നില്ല. മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ന്യായപ്രമാണം നോക്കിക്കൊണ്ടിരുന്ന നദനയേലിനൊരു പുതിയ ജീവൻ വരുത്തി. ഇതാണ് നമ്മുടെ കർത്താവ്. ഓലപ്പരയിലായാലും ചാണകം മെഴുകിയ വീട്ടിലായാലും ഓടിട്ട വീട്ടിലായാലും ആഡംബര വീടുകളിലായാലും മനോഭാവം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന നല്ലവനായ കർത്താവിനെ ഇന്ന് രാത്രിയിൽ സ്വീകരിക്കുമോ? എല്ലാ കണ്ണുകളും ദിവസത്തിൽ അടച്ച ഒരു നിമിഷം. കർത്താവേ, അവിവേകം സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ നാവിൻ്റെ വാചാലതയിൽ ഞാൻ പലതും പറഞ്ഞു വിട്ടിട്ടുണ്ട്. അത് ദൈവസഭയ്ക്ക് ഹാനിയായി തീർന്നിട്ടുണ്ട്. അത് ദൈവമക്കൾക്ക് ഹാനിയായി തീർന്നിട്ടുണ്ട്. അത് കുഞ്ഞുങ്ങൾക്ക് ഹാനിയായി തീർന്നിട്ടുണ്ട്. അത് ഭർത്താവിന് ഭാരമായി തീർന്നിട്ടുണ്ട്. അത് ഭാര്യയ്ക്ക് ഭാരമായി തീർന്നിട്ടുണ്ട്. ദൈവസഭയ്ക്ക് തടസ്സമായി നിന്നിട്ടുണ്ട്.
മനഃപൂർവമായി ഞാൻ അടുത്തു വരുന്നു. അവനിൽ വിശ്വസിക്കുന്നവന് ഒരു മാന്യതയുണ്ട്. ഇന്ന് രാത്രിയിൽ നമ്മളെ അറിയുന്ന കർത്താവ്, ആരും പറയരുത് എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ, വലത്തോട്ട് നോക്കി എന്നെ കാണണമേ, എന്നെ അറിയുന്നവൻ ആരുമില്ലെന്ന് പറയരുത്. നമ്മുടെ വേദനകൾക്ക് സംഹാരം വരുത്തുന്ന, നമ്മുടെ വേദനകൾക്ക് പരിഹാരം വരുത്തുന്ന നല്ലവനായ കർത്താവ്, ആ കർത്താവിനിൽ നമുക്ക് ആശ്രയിക്കാം. അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെ പോലാരാധ്യൻ. എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം വിടുകയാണ്. എല്ലാവർക്കും അവനൊപ്പം പറയാനൊരാളുമില്ല, ആമേൻ. അവനെ പോലാരാധ്യൻ ആരുമില്ല, അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും അലയാതെ മോദമായി മരുവും മരുവിലും ശാന്തമാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആയിരം ഉന്നതൻ ക്രിസ്തുതാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആയിരം ഉന്നതൻ ക്രിസ്തുതാ. അവനൊപ്പം പറയാനാളുമില്ല, അവനെ പോലാരാധ്യൻ ആരുമില്ല, അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെ പോലാരാധ്യൻ ആരുമില്ല, അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും അലയാതെ മോദമായി മരുവും മരുവിലും ശാന്തമാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ഈ യൂണിറ്റിനോടുള്ള നമ്മുടെ പ്രാർത്ഥനാധ്വനി ഇന്റർനാഷണൽ പ്രസിഡന്റ് പ്രിയ ബെൻസം പാസ്റ്ററോടും കുടുംബത്തോടും ഇവിടുള്ള ദൈവമക്കളോടും എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കുക. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.